ആദരവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച മുഴുവൻ അടയാളങ്ങളെയും മൂന്നായിട്ട് ഉലമാക്കൾ ഡിവൈഡ് ചെയ്തു, ഓഹരി ചെയ്തു. അതിലൊന്ന് ഖിസ്മുൻ ലഹറ വൻ ഖലാ, ഈ ലോകത്ത് വരികയും ചെയ്തു കഴിഞ്ഞു കിടക്കുകയും ചെയ്തു, അങ്ങനത്തെ ചില അടയാളങ്ങൾ. രണ്ടാമത്തത് വഖിസ്മുൻ യൽഹറു വയൻഖലി, ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ചില അടയാളങ്ങൾ. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖലി, ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കിടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ. ഇങ്ങനെ ഉലമാക്കൾ മൂന്നായിട്ടാണ് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഖിസ്മുൻ ലഹറ വൻ ഖലാ, ഈ ലോകത്ത് വരികയും ചെയ്തു കഴിഞ്ഞു കിടക്കുകയും ചെയ്തു. അതിൽ ഉലമാക്കൾ ആദ്യമായി തന്നെ രേഖപ്പെടുത്തുന്നത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തായിട്ടുള്ള കടന്നുവരവാൻ, ആ പ്രവാചകന്റെ വഫാത്തുമാണ്, അവിടുത്തെ വിയോഗവുമാണ്. മിഫ്താഹു അലാമത്തി യൗമിൽ ഖിയാമ, ലോകാവസാനത്തിൻ്റെ തുടക്കം അവിടെയാണ് എന്ന് പറഞ്ഞാൽ അടയാളത്തിൻ്റെ തുടക്കം. അള്ളാഹുവിൻ്റെ റസൂൽ 1,24,000 അംബിയാ മുർസലുകളിൽ അവസാനത്തെ കണ്ണിയാണ്, അവസാനത്തെ വ്യക്തിത്വമാണ്. ആ പ്രവാചകർ വരവോടുകൂടി തന്നെ മനസ്സിലായി ഈ ലോകത്തിനൊരവസാനമുണ്ട് എന്നതിലേക്കുള്ള സൂചിക വ്യക്തമായി. കാരണം അവസാനത്തെ പ്രവാചകനാൻ, ആ പ്രവാചകൻ വന്നു, പ്രവാചകർ തിരിച്ചു പോവുകയും ചെയ്തു. ഇത് ലോകാവസാനത്തിൻ്റെ മർമ്മപ്രധാനമായ അടയാളമായി ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിഭാഗം വഖിസ്മുൻ യൽഹറു വയൻഖലി, ഇപ്പോൾ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ സമൂഹത്തിൽ പടർന്ന് പന്തലിക്കുകയും ചെയ്തിരിക്കുന്നതാകുന്ന ദുരാചാരങ്ങൾ, അനാചാരങ്ങൾ, കള്ളുകൂടി അധികരിച്ചതുപോലെ, വ്യഭിചാരം അധികരിച്ചതുപോലെ, പലിശയുമായിട്ടുള്ള ബന്ധപ്പെടൽ അധികരിച്ചതുപോലെ, ഇതൊക്കെ തന്നെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നതായ അടയാളങ്ങളാണ്. മൂന്നാമത്തത് വഖിസ്മുൻ ലം യൽഹർ വലം യൻഖലി, ഇതുവരെ പ്രകടമായിട്ടുമില്ല, ഇതുവരെ കഴിഞ്ഞു കടന്നിട്ടുമില്ല, അങ്ങനത്തെ ചില അടയാളങ്ങൾ മൂന്നാമതായിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ചില കാറ്റഗറിയിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരിക. ഇനി ലോകം പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പായിട്ട് പ്രത്യക്ഷമായി കാണുന്ന വലിയൊരു അടയാളമാണ് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിൻ്റെ മല ഉയർന്നു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർണത്തിൻ്റെ മല ഉയർന്നു വരുമത്രേ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന്. ആ സ്വർണത്തിൻ്റെ മലയിലേക്ക് ജനങ്ങൾ ഓടും. അല്പം സ്വർണം കരഗതമാക്കാൻ നിങ്ങൾ അവിടേക്ക് ഓടരുത്. യുഖ്തലു 99 ഫിൽ മിഅ, 100ൽ 99% ആളുകളും അവിടെ വധിക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതൊക്കെ ഇനി വരാനിരിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്, ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന ചില സംഭവങ്ങളാണ്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, യുവാതിഉ ഇസ്മി ബിസ്മിഹി വയസ്മു അബീഹി ബിഇസ്മി അബീ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, എൻ്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരിനോട് എൻ്റെ ഉപ്പയുടെ പേരും സാമ്യമാണ്. എൻ്റെ വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്, അതേ പേര് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉപ്പാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. യുവാതിഉ ഇസ്മി ബിസ്മിഹി, എൻ്റെ പേരിനോട് സാമ്യമാണ് അദ്ദേഹത്തിൻ്റെ പേര്, അഥവാ മഹദി ഇമാമിൻ്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി ഇമാം കടന്നു വരും. ആ കടന്നു വരുന്നതിന് മുമ്പ് ധാരാളം വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. സമയമില്ല, ഒരുപാട് വിഷയങ്ങൾ. ഇമാം മഹദി കാലം കാത്തിരിക്കുന്ന ഒരു വിഷയം വിനീതം പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ധാരാളം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലാത്ത അരാജകത്വം നാട്ടിൽ കടന്നു വരുമത്രേ. സാമ്പത്തികപരമായി ജനങ്ങൾ മുഴുവനും പ്രയാസമാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഫിത്ന കടന്നു വരുമത്രേ.
അവർക്കിടയിലേക്ക് വല്ലാത്ത ഫിത്ന കടന്നു വരും അത്രേ. ഫിത്നത്തുൻ അമ്യാഉ സമ്മാ, കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നകൾ അവർക്കിടയിൽ കടന്നു വരുമ്പോഴാണ് ഇമാം മഹദിയുടെ കടന്നുവരവെന്ന് ഹബീബായ റസൂലുള്ളാഹി. സാമ്പത്തികപരമായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന സമയമാണ്. എവിടെ നോക്കിയാലും അരാജകത്വമാണ്, എവിടെ നോക്കിയാലും വ്യഭിചാരമാണ്, എവിടെ നോക്കിയാലും പലിശയുമായുള്ള ബന്ധപ്പെടലാണ്. ഇതേ നിലയിൽ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നുവരവെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ മക്കയിൽ പവിത്രമായ ഹറം ഷരീഫിന്റെ അടുക്കൽ ഹജറുൽ അസ്വദിന്റെ ചാരത്ത് ഒരു ഇശാ നമസ്കാരത്തിന് ശേഷം മഹാനുഭാവൻ ഇരിക്കുമത്രേ. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആദ്യമായി മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ, പിന്നീട് ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ, പിന്നീട് മക്കക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ, പിന്നീട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു യഹ്സിൽ മാല ഹഫിയാ ലാ യഉദ്ദുഹു അദ്ദാ, സാമ്പത്തികപരമായി പ്രയാസം അനുഭവിക്കുന്നതാകുന്ന ജനകോടികൾക്ക് മഹാനുഭാവന് സമ്പത്ത് വാരി വിതറുമത്രേ. യഹ്സിൽ മാല ഹഫിയാ ലാ യഉദ്ദുഹു അദ്ദാ, പണമങ്ങ് വാരി വിതർവയാണ്, വാരി വിതർവയാ. ആ പണം എണ്ണി നോക്കുന്ന പരിപാടി മഹാനുഭാവനില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, സാമ്പത്തികപരമായി പ്രയാസം അനുഭവിച്ച് അങ്ങനെ ബുദ്ധിമുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരും. അദ്ദേഹത്തിൻ്റെ പൈസ ആവശ്യത്തിന് ഇങ്ങനെ വാരി വിതറും. യഹ്സിൽ മാല ഹഫിയൻ എന്നാണ് ഹദീസ്. പണം ഇങ്ങനെ വാരി വിതറും. ലാ യഅദ്ദുഹു അദ്ദ, അതിനെ എണ്ണൂല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് വരാനിരിക്കുന്നതാകുന്ന ചില സംഭവങ്ങളാണ്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു കടന്നു വരവ് നിസാരമായ സംഭവമല്ല, വലിയ സംഭവമാണ്. അപ്പം അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് പറഞ്ഞാൽ പിന്നീട് അത് തന്നെ നിൽക്കും. അതിനുശേഷം ദജ്ജാൽ കടന്നു വരും. ആ ദജ്ജാലിനെ വധിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ടതായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരും അത്രേ. ദജ്ജാൽ ഒരു സാധാരണ വ്യക്തിയല്ല, സാധാരണ ഒരു ജീവിയല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ അവരിൽ കദ്ദാബ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ സ്വഹാബ മാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ അവരിൽ കദ്ദാബ്. ഓരോ നബിമാർക്കും, എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ. ഓരോ പ്രവാചകന്മാരും അതത് സമുദായക്കാർക്ക് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? എല്ലാ സമുദായക്കാർക്കും ദജ്ജാലിൻ്റെ സ്വാധീനമുണ്ടാകും, ദജ്ജാലിൻ്റെ പ്രവർത്തന സ്വാധീനം ഉണ്ടാവും. അവൻ്റെ വാടയ്ക്കപ്പെട്ടിട്ടില്ലല്ലോ. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് വധുവിലേക്ക് പറയേണ്ടി വരും. തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനുഭാവനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് വ്യക്തമായ രീതിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്താൻ, ദജ്ജാലിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വേണ്ടി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്നിട്ട് പറഞ്ഞു കൊടുത്തു, മുത്തുനബിയെ ഞങ്ങൾ കണ്ടതാകുന്ന ഒരു സംഭവം. തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വിശാലമായ ഹദീസ്. അതിൽ പറയുന്നുണ്ട്, അവരോട് സംസാരിച്ചു വന്ന്. അപ്പോൾ ദജ്ജാലിൻ്റെ സംസാരം, ദജ്ജാലിൻ്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് ഉണ്ടാകും. അവനെ ചങ്ങലക്കിട്ടപ്പെട്ടിരിക്കുകയാണ്. അത് പൊട്ടിച്ചവൻ പുറത്തു വരും. പുറത്തു വരുന്ന ദജ്ജാലിനെ യൻസിലു ഈസാ ഇന്ദ മനാറത്തിൽ ബൈളാഇ വാലിയൻ യദൈഹി അലൽ മലകൈൻ. യൻസിലു ഈസാ ഇന്ദ മനാറത്തിൽ ബൈളാഇ ഫീ ദിമശ്ക് വാലിയൻ യദൈഹി അലൽ മലകൈൻ. ഇന്ന് കാണുന്ന ഷാമില്ലയോ സിറിയയില്ലയോ, ആ ഷാമിൻ്റെ തലസ്ഥാനമായ ദമസ്കസിലെ വെള്ളമിനാരത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രണ്ട് മലക്കിൻ്റെ ചിറകിൻ കീഴിലായി ഇറങ്ങി വരുമത്രേ. ഫയഖ്തുലുഹു ഫീ ബാബിലുദ്, ദജ്ജാലിനെ ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വധിക്കുമത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഷാമിൻ്റെ തലസ്ഥാനമാണ്. ഷാം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഷാം എന്ന് പറയും. ഇന്ന് സിറിയ, ജോർദാൻ, ഇറാഖ് അടക്കമുള്ളതാകുന്ന പ്രാന്തപ്രദേശം അടക്കമുള്ള സ്ഥലമാണ് ഷാം. നിസ്സാരമായ സ്ഥലമല്ല സിറിയ, വലിയ പവിത്രമായ സ്ഥലമാണ്. പവിത്രമായ ഒരു മണ്ണാണിത്, പവിത്രമായ മണ്ണാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നില്ലയോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ യമനിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ശാമിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, യമനിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ശാമിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഉടനെ സ്വനിയായികൾ ഒരു കൂട്ടർ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി പ്രാർത്ഥിക്കണേ, നജ്ദ് എന്ന സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നജ്ദിന് വേണ്ടി നബി തങ്ങൾ ബറക്കത്തിന് ദുആ ചെയ്യാതെ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, സിറിയ അടക്കമുള്ളതാകുന്ന ഷാമിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ബാരിക് ലനാ ഫീ യമനിനാ, യമനിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, യമനിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഹബീബായ നബി തങ്ങളുടെ അനുയായികൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ബാരിക് ലനാ ഫീ ശാമിനാ വഫീ യമനിനാ, ഞങ്ങളുടെ ശാമിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ, യമനിലും ബറക്കത്ത് ചൊരിയണേ അല്ലാ. സ്വഹാബത്ത് വീണ്ടും ഇടപെടുകയാണ്, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജ്ദിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് മൂന്നാമത്തെ പ്രാവശ്യവും അനുയായികൾ നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുനാക ഖറനു ശൈത്താൻ, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് മുളയ്ക്കുക സാബ, അവിടെയാണ് ബിദ്അത്ത് പൊട്ടിപ്പുറപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. പിശാചിന്റെ കൊമ്പ് മുളയ്ക്കുന്നത് നജ്ദിൽ നിന്നാണ്, അവിടെ നിന്നാണ് വഹാബി പ്രസ്ഥാനം ഉടലെടുത്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അതിലേക്ക് സൂചികമായി ലോകത്തിന്റെ നായകന് പറയുകയാണ്, ഹുനാക ഖറനു ശൈത്താൻ, ഹുനാക ഖറനു ശൈത്താൻ. ഞാൻ ഒരിക്കലും നജ്ദിന് വേണ്ടി ദുആ ചെയ്യുകയില്ല സാബ, നജ്ദിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല സാബ. എന്തുകൊണ്ടെന്നറിയുമോ സാബ, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് മുളയ്ക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഇസ്ലാമിലില്ലാത്തതാകുന്ന ആശയങ്ങൾ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടുക, അതവിടെ നിന്നാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. പവിത്രമായ നാടാണ് ഷാം എന്ന് പറയുന്ന നാട്, പവിത്രമായ സ്ഥലമാണ് ഷാം. നിസ്സാരമായ സ്ഥലമല്ല സിറിയ നിസ്സാരമായ സ്ഥലമല്ല. മറ്റൊരു ഹദീസ്, ഇപ്പോൾ അവിടെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടൊരു ഹദീസ് കൂടി കേട്ടോളി, മനസ്സിലായിക്കോളി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തൂബാ ലിശാം, ശാമകാർക്ക് സർവമംഗളം, ശാമകാർക്ക് സർവമംഗളം. ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ലിഅയ്യിൻ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് ശാമുകാർക്ക് മംഗളമെന്ന് പറയാൻ കാരണം നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലിഅന്ന മലായികത്തർ റഹ്മാൻ ബാസിതത്തുൻ അജ്നിഹതിഹാ അലൈഹാ, ശാമകാരുടെ മേലാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ അവരുടെ ചിറക് വിരിച്ചിരിക്കുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലിഅന്ന മലായികത്തർ റഹ്മാൻ, റഹ്മാനായ പടച്ച റബ്ബിന്റെ കോടാനുകോടി മലക്കുകൾ ബാസിതത്തുൻ അജ്നിഹതിഹാ
അലൈഹാ. റഹ്മാനായ പടച്ച റബ്ബിന്റെ കോടാനുകോടി മലക്കുകൾ അവരുടെ ചിറക് വിരിച്ചു കൊടുത്തിരിക്കുന്നത് ഷാമിനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അവർക്ക് സർവമംഗളമെന്ന് ഞാൻ പറയാൻ കാരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഷാം നിസാരമല്ല, സിറിയ നിസാരമായ രാജ്യമല്ല എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഈ ഹദീസ് വിശദീകരിച്ച് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി ഐ ബിൽ മുഹാഫളത്തി അലൈഹ, അവർക്ക് കാവലുണ്ട്. ആര്? മലക്കുകളുടെ കാവലാണ്. ഉസ്താദല്ലേ പറഞ്ഞ കാവലുണ്ട്, പിന്നെ ഇപ്പോൾ അവിടെ ബോംബ് വർഷിച്ചിട്ട് എത്ര കുട്ടികളാണ് മരിക്കുന്നത്. അപ്പോൾ വെറുതെ പറയാൻ ഈ ഹദീസൊക്കെ വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല. ഒരിക്കലും പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് ബറക്കത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തതിൻ്റെ ബറക്കത്തല്ലേ അവിടെ കാണുന്നത്. ബോംബ് വർഷിക്കലിലൂടെ അവർ ഷഹീദിൻ്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുകയാണ്. ഒരു സാധാരണ മരണമല്ല അള്ളാഹുർക്ക് നൽകുന്നത്, ശുഹദാക്കളുടെ പട്ടികയിലേക്ക് അള്ളാഹു ഉൾപ്പെടുത്തുകയാണ്. ദറജ കൂടി. ഒരു സാധാരണ മരിപ്പല്ല അവരുടെ, സാധാരണ മരണമല്ല. അതും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ലോകാവസാനത്തിൻ്റെ ഒരു അടയാളമാണ്. ആ ഹദീസോട് കേട്ടോളി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തസാലു ഉസാബത്തും മിൻ ഉമ്മതി യുഖാതിലൂന അലാ അബ്വാബി ദിമശ്ക വമാ ഹവാലൈ വഅലാ അബ്വാബി ബൈത്തുൽ മഖ്ദിസ് വമാ ഹവാലൈ ലാ യദുറുഹും ഖിദ്ലാനു മൻ ഖദലഹും ളാഹിരീന അലൽ ഹഖി ഇലാ അൻ തഖൂമ അസ്സാഅ സദഖ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ ലാ തസാലു സാബത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ ഒരു സമൂഹം അവർ സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ്. യുഖാതിലൂന അലാ അബ്വാബി ദിമശ്ക, അവർ ദമസ്കസിൽ അഥവാ ഷാമിന്റെ തലസ്ഥാനമാകുന്ന ദമസ്കസിൽ അവർ യുദ്ധം ചെയ്യപ്പെടുമത്രേ, അവർ വധിക്കപ്പെടുമത്രേ, അവർ കൊല ചെയ്യപ്പെടുമത്രേ. വമാ ഹവാലി, ആ ദമസ്കസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ അവർ കൊല ചെയ്യപ്പെടുമത്രേ. വഅലാ അബ്വാബി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിന്റെ പ്രാന്തപ്രദേശങ്ങളിലും അവർ കൊല ചെയ്യപ്പെടുമത്രേ. ളാഹിരീന അലൽ ഹഖ്, അവർക്കുള്ള പ്രത്യേകത നിസാരമല്ല സാബ, അവർ സത്യത്തിന്റെ മേലെ നിലകൊള്ളുന്നവരാ. എത്ര ബോംബുകൾ വർഷിച്ചാലും, എത്ര കെടുതികൾ ഉണ്ടായാലും, എത്ര പ്രയാസങ്ങൾ നേരിട്ടാലും, എത്ര ബോംബേറുകൾക്ക് അക്രമങ്ങൾക്ക് പീഡിതമായ സമൂഹമായവർ മാറിയാലും, ളാഹിരീന അലൽ ഹഖി, സത്യത്തിന്റെ മേൽ നിലകൊള്ളുന്നവരാണ്. ഇലാ അൻ തഖൂമ അസ്സാഅ, ലോകാവസാനം വരെ അത് നീണ്ടു കിടക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ ഷാം, സിറിയ അടക്കമുള്ള പ്രവിശ്യകളിൽ ലോകാവസാനം വരെ യുദ്ധം നീണ്ടു കിടക്കുമേ, അവർ പലരും കൊല ചെയ്യപ്പെടുമേ. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ യുദ്ധമുണ്ടാകുമേ, ദമസ്കസിൻ്റെതാകുന്ന പ്രാന്തപ്രദേശങ്ങളിൽ യുദ്ധമുണ്ടാകുമേ, പലരും കൊല ചെയ്യപ്പെടുമേ. എന്നാൽ തന്നെയും ളാഹിരീന അലൽ ഹഖ്, അവരിൽ ഒരാൾ പോലും ഈമാൻ കളയുകയില്ല. ഈമാൻ ഉണ്ടാകും, ഒറ്റ ഒരാൾ പോലും അള്ളാഹുവിൽ ഞങ്ങൾ അവിശ്വസിക്കുന്ന ഒരുത്തനും പറയൂല. ഇപ്പോഴങ്ങനെയല്ല, നിങ്ങൾ വീഡിയോ എടുത്ത് നോക്ക്, അവിടുത്തെ വീഡിയോ, അല്ലാഹ് ഞങ്ങളെ നീ രക്ഷിക്കണേ, 5 മിനൽ ബലായ യാ ദാഫിഅ കുല്ലിൽ ബരിയാത്ത്, അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും തടുക്കുന്ന റബ്ബേ, 5 മിനൽ ബലായ, ബുദ്ധിമുട്ടുകൾ ഞങ്ങളെ രക്ഷിക്ക് റഹ്മാനെ എന്ന് പറഞ്ഞ് അള്ളാഹിലേക്ക് ലയിക്കലല്ലാതെ കുഫ്രിയത്തിന്റെ മാർഗത്തിലേക്ക് അവർ പോവില്ല. ളാഹിരീന അലൽ ഹഖ്, ഹക്കിന്റെ മേൽ നിലകൊള്ളും. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് അവർക്കുള്ള ബറക്കത്ത്. ഈമാൻ ഒരിക്കലും ഊരപ്പെടൂല. നമ്മുടെ ഈമാൻ ഊരപ്പെടാൻ കള്ളു കുടിക്കുന്നതിലൂടെ നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കള്ളു കുടിച്ചാൽ ഒരു പ്രാവശ്യം കള്ളു കുടിച്ചാൽ മതി, ഒറ്റ പ്രാവശ്യം കള്ളു കുടിച്ചാൽ മതി, അവൻ്റെ ഈമാൻ ഊരപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ശരിബൽ ഖംറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ മിൻഹു ലിബാസഹു,
كما ينزع قميصه من رأسه أو كما قال رسول الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് കള്ളു കുടിച്ചതെങ്കിൽ തന്നെ അവനിൽ നിന്ന് ഈമാനിനെ അല്ലാഹു ഊരുമത്രേ. അവന്റെ തലയ്ക്ക് മീതെ അവന്റെ ഖമീസ് ഊരുന്നത് പോലെ ഈമാൻ അവനിൽ നിന്ന് ഊരപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈമാൻ അങ്ങനെ പോകാൻ, അവരുടെ ഈമാൻ ഒരിക്കലും പോകില്ല. അതങ്ങനെ ഉണ്ടാകും. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാലിഹീങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സജ്ജനങ്ങൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ വധിക്കും. ബാബുരുദ് എന്ന സ്ഥലത്ത് വെച്ച് വധിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഇവിടെ മുത്തുനബിയുടെ ശരീഅത്തനുസരിച്ചുകൊണ്ട് പ്രബോധനം നടത്തും 40 വർഷത്തോളം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, ഫതാബൽ ഹദീസിലുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം, അതിനുശേഷമാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി കടന്നു വരിക. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുടെ ശരീഅത്തനുസരിച്ചാണ് ഇവിടെ പ്രബോധനം നടത്തുക? ഫഅജാബ റഹിമഹുല്ലാ, മഹാനുഭാവം മറുപടി നൽകി, മുത്തുനബിയുടെ ശരീഅത്തനുസരിച്ചിട്ടാണ് പ്രബോധനം നടത്തുക. ഈസാ നബി ഉയർത്തലോടുകൂടി അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് അവിടെ ഉയർത്തപ്പെട്ടു പോയി. ഇനി കടന്നു വന്നിട്ട് അദ്ദേഹം പ്രബോധനം നടത്തുക ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തനുസരിച്ചാണ്. മഹാനുഭാവൻ മരണപ്പെടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ സമീപത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെടും. പവിത്രമായ മദീനയിൽ മുത്തുനബിയുടെ ചാരത്തൊരു ഖബർ കൂടി ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞു വെച്ചതാണ്. ഇതൊക്കെ വരാനിരിക്കുന്ന സംഭവമാണ്. ഇന്ന് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ വലിയ വലിയ അടയാളങ്ങൾ, വലിയ വലിയ അടയാളങ്ങൾ. അതിൽപ്പെട്ടതാണ് കള്ളുകുടി, സുബ്ഹാനല്ലാഹ്, വ്യഭിചാരം, പലിശ. ഏത് വിഷയം പറഞ്ഞാലും തീരൂല, അത്രത്തോളം വിശാലമുണ്ട് ആയത്തുകളും ഹദീസിലും അതിലേക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ് വസുബ്ബ അലൈഹിൽ ഖംറു ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ ഫയഖുദു ബിനാസിയതിഹി ഫയുഖാസിമഹു ബൈന യദയില്ലാഹ്. കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരൻ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ലഹരി നുണയുന്ന സഹോദരിമാരുണ്ടെങ്കിൽ തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. എത്ര ചെറുപ്പക്കാരാണ് അതിന് അടിമപ്പെട്ടവർ. യഊദു ബില്ലാഹി, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കോഴിക്കോടൊരു ഭാഗത്ത്, സ്ഥലം ഞാൻ പറയുന്നില്ല, സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വലിയ സമരം നടക്കും. അതുകൊണ്ട് സ്ഥലങ്ങളൊന്നും പറയുന്നില്ല. കോഴിക്കോടൊരു ഭാഗത്ത് ഒരു വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദ് ഇതിൻ്റെ അയൽവക്കത്തൊരു കുട്ടി, ഉസ്താദ് ഒന്ന് അവിടം വരെ ഒന്ന് വരണം, ഒന്ന് ദുആ ചെയ്യണം, മരണപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. എങ്ങനെയാണ് മരണപ്പെട്ടത്? കോഴിക്കോട് ഭാഗത്ത് ഈ അടുത്ത് പിടിക്കപ്പെടുകയുണ്ടായി. പോലീസ് പിടിച്ചു ഒരു സ്റ്റാമ്പും അതിൻ്റെ ചില ആളുകളെയും. എന്താണ് ആ സ്റ്റാമ്പിൻ്റെ പ്രത്യേകത? അത് നാക്കിനടിയിൽ ഇങ്ങനെ വെച്ചാൽ ഒരാഴ്ച അതിൻ്റെ ലഹരി നിൽക്കും. ഒരാഴ്ച എഫക്റ്റാണ് അങ്ങനത്തെ സ്റ്റാമ്പ്. സ്ഥലം പറയാനും പറ്റുമല്ലോ, കാരണം ചിലപ്പോൾ അവിടേക്ക് വണ്ടി കയറും. അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വേഗം പോകും, കൊണ്ടുവന്ന് വരും. അപ്പോൾ അങ്ങോട്ട് പോകണ്ട, എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ആ സാധനം ഇല്ല. ആ സ്റ്റാമ്പ് ഒരെണ്ണം എടുത്ത് നാക്കിനടിയിൽ വെച്ചാൽ ഒരാഴ്ച അതിൻ്റെ എഫക്റ്റ് നിൽക്കും. ലഹരിയാണ്. സുബ്ഹാനല്ലാഹ്. അത് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ വർഷം പരീക്ഷ എഴുതേണ്ട പൊന്നുമോനാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മുസ്ലിം പയ്യൻ എന്ത് ചെയ്തു? അവൻ ഇതിൻ്റെ ഒരു ഏജൻറ്റാണ്. കുട്ടികളെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏജൻറ്റുമാർ പിടിക്കുക. നമ്മൾ കരുതും നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവൂലെന്ന്. കാസർഗോഡ് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടന്നിരിക്കുകയാണ് ലഹരിയുടെ വിഷയത്തിൽ. നഊദു ബില്ലാഹി, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. 2 എണ്ണം എടുത്ത് കുട്ടി നാവിനടിയിൽ വെച്ചു. അവൻ്റെ രക്തം സ്ട്രോക്കായി. പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചു. 15 വയസ്സുള്ള കുട്ടിക്ക്. സാധാരണ 25-30 ഏജ് എത്തുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുക. ഇത് സൈലൻ്റ് അറ്റാക്ക് ഒരു കുട്ടിക്ക് വന്നു. കാരണം അവന് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ലഹരി എടുത്ത് നാവിനടിയിൽ വെച്ചു. ഒരാഴ്ച വെച്ച് നോക്കിയിട്ടുണ്ടാവും, നല്ല രസമുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച 2 എണ്ണം എടുത്ത് അങ്ങോട്ട് വെച്ചു. നാവിനടിയിൽ 2 എണ്ണം. താങ്ങാൻ പറ്റിയില്ല. ആൾ മയ്യത്തായി പോയി. ആർക്കാണ് പോയത്? അവരുടെ അപ്പാക്കുമ്മാക്കും പോയി. സമൂഹത്തിന് നഷ്ടപ്പെട്ടു. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പുറത്തു കൊടുത്തില്ല എന്താ അവസ്ഥ? എന്താ? സുബ്ഹാനല്ലാഹ്. എന്താണ് അവസ്ഥ? അതാ ഈ ഹദീസ് കേട്ടോളി.
ഇതൊരു നിസ്സാര വിഷയമല്ല. ലഹരി ഉണയ്ക്കുക. നമ്മളോർക്കും 2-3 സിഗരറ്റ് വലിച്ച് ചെറുപ്പത്തിൻ്റെ ഒരു തിളപ്പല്ലേ, അത് മതി, പിന്നെ വിഷയമില്ല. പാമ്പരാത് കുറച്ച് ചവയ്ക്കുന്നു. സിഗരറ്റൊക്കെ വലിക്കുന്നത് കൂട്ടുകാരോട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു രസത്തിനങ്ങ് തുടങ്ങാൻ, പിന്നെ അതങ്ങനെ ശീലമായി, പിന്നെ വലിയ വെള്ളമടിക്കാരനായി. ഇവനെ പഠിപ്പിച്ചവൻ നിർത്തിയിട്ടുണ്ടാകും, എന്നാലും ഇവൻ നിർത്തിയിട്ടുണ്ടാവില്ല. ആ ഒരു തരത്തിലേക്കെത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മൻ കാന ഫീ സദരിഹി ആയത്തും മിൻ കിതാബില്ലാഹ് വസുബ്ബ അലൈഹിൽ ഖംറു ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്കിലും ഹൃദയത്തിലുണ്ടായിരിക്കെ, ഒരു ആയത്തെങ്കിലും ഹൃദയസ്ഥമായിരിക്കെ, നിന്റെ ജീവിതത്തിൽ നീ ലഹരി നുണഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ, നീ ലഹരി നുണഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ദുനിയാവിലെ തൗബ ചെയ്യാം പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് തൗബയെ പിന്തിച്ച് അവസാനം ഇതാ തൊട്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുമ്പോ തൗബ ചെയ്താൽ സഹോദരീ, നിന്റെ തൗബയെ അല്ലാഹു കബൂലാക്കുകയില്ല. നിന്നെ ഇതാ ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കുകയാണ്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ മുനക്കി നിർത്തി, കത്തിയാളുന്ന മരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യവേ, സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ജാഅ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ. ഏതൊരു ആയത്താണ് നിന്റെ ഹൃദയത്തിലുണ്ടായത്, ആ ആയത്തുകളിലെ അക്ഷരങ്ങൾ കടന്നു വരികയാണ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരികയാണ്. ഫയഉഖുദു ബിനാസിയതിഹി. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവനില്ലയോ, ലഹരി നുണഞ്ഞവനില്ലയോ, ആ ലഹരി നുണഞ്ഞവരുടെ തലമുടിക്ക് പിടിക്കുകയാണ്. ഹോസ്റ്റലിരുന്നു കൊണ്ട് വെള്ളമടിക്കുന്നവരില്ലയോ, പാതിരാത്രി സമയത്ത് കൂട്ടുകാരും ഒന്നിച്ച് ഓരോ കടമുറികളുടെ മറവിലിരുന്നു കൊണ്ട് ലഹരി നുണയുന്നവരില്ലയോ, പാൻപരാഗ് ചവയ്ക്കുന്നവരില്ലയോ, ഹശീഷ് എടുക്കുന്നവരില്ലയോ, മോശപ്പെട്ടതാകുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരില്ലയോ, ലഹരി നുണഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നുകൊണ്ട് ഇളം കാലുകൾ പിടിച്ച് പിഞ്ചോമന മക്കളെ നിലത്തടിക്കുന്നവരില്ലയോ, പാപ്പയെ ശകാരിക്കുന്നവരില്ലയോ, ഉമ്മയെ ചീത്ത വിളിക്കുന്നവരില്ലയോ, ഭാര്യ മർദ്ദിക്കുന്നവരില്ലയോ. കേൾക്കണേ, തൗബ ചെയ്യണേ. കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്തെങ്കിലും മനസ്സിലില്ലാത്തതാകുന്ന ഒരു സഹോദരങ്ങളും ഈ സദസ്സിലുണ്ടാവുകയില്ല, ഒരു സഹോദരിയും ഈ സദസ്സിലുണ്ടാവുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്തെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടായിട്ടാണ് നീ ദുനിയാവിൽ ലഹരി നുണഞ്ഞതെങ്കിൽ, നാളെ അള്ളാന്റെ കോടതിയിലേക്ക് എത്തുമ്പോ ആ ആയത്തുകളിലെ അക്ഷരങ്ങൾ അഥവാ 19 അക്ഷരമാണ് ബിസ്മിക്കുള്ളത്. ആ 19 അക്ഷരങ്ങൾ കടന്നു വരവയാണ്. അവന്റെ മൂർധാവിൽ പിടിക്കുമത്രേ, അവന്റെ കുടുമിക്ക് പിടിക്കുമത്രേ. ഈ ലോകത്തിന് തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ വിഷയത്തിൽ തർക്കിക്കുകയാണ്. അള്ളാഹുവേ, ഇവൻ നിന്റെ കലാമാകുന്ന എന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കേ. കള്ളു കുടിച്ചവനാണ് അള്ളാ, ലഹരി നുണഞ്ഞവനാണ് അള്ളാ, ഇവനെ നീ നരകത്തിലേക്ക് വലിച്ചിരണേ, ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് ആ ഖുർആനിലെ അക്ഷരങ്ങൾ വന്നുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിൽ തർക്കിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബാ ഫൽവൈലു കുല്ലുൽ വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. എല്ലാ നാശവും, എല്ലാ ദുഃഖവും, എല്ലാ വിരഹവും, എല്ലാ പ്രയാസവും, എല്ലാ നൊമ്പരവും, എല്ലാ ദുഃഖവും ആർക്കെന്നറിയുമോ? ലിമൻ ഖാസമഹുൽ ഖുർആൻ. അള്ളാന്റെ കോടതിയിൽ ഖുർആൻ
ഖുർആൻ ആർക്കെതിരെ തർക്കിച്ചുവോ അവന് നാശമാണ് സഹാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ദുർഘട നിമിഷത്തിൽ കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കള്ളുകുടിച്ച സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, മൻ മാത മുദ്മിനൻ ബിൽ ഖംർ യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. സഹാബ സഹാബ, ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവൻ നാളെ മരണപ്പെടുന്നതാകുന്ന രംഗം ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ മരിക്കുന്നതാകുന്ന സമയം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാ, ഈമാനില്ലാതെയാണ് മരിക്കുക. യമൂതു കഅബിദില്ലാത വൽ ഉസ്സാ. മക്ക മുശ്രിക്കുകൾ കൈകൊണ്ട് നിർമ്മിച്ചതായ ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് ജീവിച്ച് ചത്തുടങ്ങിയതായ ഏറ്റവും മോശപ്പെട്ടതാകുന്ന പച്ച കാഫിറുകളില്ലയോ, മക്ക മുശ്രിക്കുകളെ പോലെ ചത്തൊടുങ്ങുമേ, അവൻ കാഫിറായി ചത്തൊടുങ്ങുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് പറഞ്ഞതാകുന്ന കള്ളുകുടിക്കാരൻ 24 മണിക്കൂറും കള്ളു കുടിക്കുന്നവനെ കുറിച്ചല്ലയോ, എപ്പോഴും ലഹരി നുണയുന്നവനെ കുറിച്ചല്ലയോ, അവനല്ലയോ മുദ്മിനൽ ഖംർ എന്ന് പറഞ്ഞാൽ. മുദ്മിൻ എന്ന പദപ്രയോഗം അറബിയിൽ പ്രയോഗിക്കുക 24 മണിക്കൂറും കള്ളു കുടിച്ച് മിനിങ്ങി നടക്കുന്നവനല്ലയോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ, ഇല്ല സ്വഹാബ, ഇല്ല സ്വഹാബ, നിങ്ങൾ കരുതുന്നത് പോലെയല്ല. വലാകിൻ യശ്റബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം തന്നെ കൂട്ടുകാരെ കൊടുത്ത കുപ്പിയാണ്. ദുബായ് ഫ്ലൈറ്റ് വഴി വന്നപ്പോൾ അവന് ഫ്രീ ആയി കിട്ടിയതാണ്. അത് കൊണ്ടുവന്ന കൂട്ടുകാരനെ സമ്മാനിക്കുമ്പോൾ ആ കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരൻ സ്നേഹിതൻ നൽകിയതല്ലയോ എന്ന് കരുതിക്കൊണ്ട് അവന്റെ സ്നേഹം പോകാതിരിക്കാൻ അല്പം കുടിച്ചാലും, അവൻ ഗൾഫിലേക്ക് പോയാലും, അവൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും, ക്രിസ്മസിന്റെ രാവിലും ന്യൂ ഇയറിന്റെ രാവിലും ഓണത്തിന്റെ തലേന്നുമൊക്കെ കള്ളു കുടിക്കുന്നവരില്ലയോ, ലഹരി നുണയുന്നവരില്ലയോ, അവൻ മരണപ്പെടുന്നത് കാഫിറാണ്, കാഫിറ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എപ്പോഴെങ്കിലും കുടിച്ചാൽ തന്നെ തൗബ ചെയ്യാതെയാണോ മരണപ്പെടുന്നത്, അവൻ കാഫിറായി ചത്തൊടുങ്ങുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയാൻ യകുസുറു ശുർബുൽ ഖംർ, കള്ളുകുടി അധികരിക്കും മുഹമ്മദ് മുസ്തഫ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി, ഈ ലോകാവസാനം സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും പ്രത്യക്ഷമായ അടയാളം യകുസുറു സിന വയകുസുറു ഔലാദു സിന. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് ഭാഗത്ത് നോക്കിയാലും അത്തരത്തിലുള്ള പ്രവണതകളാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ഈ സമയം നമ്മൾ രക്ഷപ്പെട്ടാൽ അൽഹംദുലില്ലാ, നമ്മൾ പിന്നെ കാലത്തും രക്ഷപ്പെട്ടവരായി. വ്യഭിചാരം അധികരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻഹാ യകുസുറു സിനാ വയകുസുറു ഔലാദു സിനാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വ്യഭിചാരം അധികരിക്കും സഹാബ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടമല്ലേ ഇത്? ഒന്ന് ചിന്തിക്കുക, നല്ലതുപോലെ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊക്കെ പുലർന്നിട്ടുണ്ട്. വ്യഭിചാരം അധികരിക്കുന്നു. എത്രത്തോളം? നബി തങ്ങൾ പറയാൻ, ഹത്താ ഇന്നൽ മർഅ ലയഅശൽ മർഅത ലവയതസൽതുമാ അനി തരീഖ്. ഇന്നൽ മർഅ ലയഅശൽ മർഅത, ഒരു പുരുഷൻ ഒരു പെണ്ണിനോട് ശാരീരിക ബന്ധത്തിൽ പരസ്യമായി ഏർപ്പെടുമ്പോൾ ഫയഖൂൽ, ഈമാനിന്റെ കണിക അല്പമുള്ളവന് പറയുമത്രേ, ലവയതസൽതുമാ അനി തരീഖ്, ഈ വഴിയിൽ നിന്നൊന്ന് മാറി ഇന്ന് ചെയ്തുകൂടെ
എന്തിനാ നിങ്ങൾ ഈ നടുറോഡി എന്ന് ചെയ്യുന്നത് എന്നവരോട് ചോദിക്കും. ഈ വഴിയിൽ നിന്നൊന്ന് മാറി എന്ന് ചെയ്തുകൂടെ? ഈ നടുറോഡിൽ കിടന്ന് നിങ്ങൾ എന്തിനാണ് ഉമ്മോക്കുന്നത്? ഈ നടുറോഡിൽ കിടന്നെന്തിനാണ് ചുംബനം വെക്കുന്നത്? ഈ നടുറോഡിൽ കിടന്നെന്തിനാ ഇത്തരത്തിൽ നിങ്ങൾ ബന്ധപ്പെടുന്നത്? ഒന്ന് മാറി എന്ന് ചെയ്തുകൂടെ? ഏതെങ്കിലും വല്ല വീട്ടിലോ റൂമിലോ ഹോട്ടലിലോ മാളിലോ എവിടെയെങ്കിലും പോയി കിടക്ക്. എന്തിനാ ഇങ്ങനെ നിങ്ങൾ പരസ്യമാക്കുന്നത് എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷേ ആ ഹദീസിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇപ്പം അതില്ല. ഇപ്പോൾ ബസ്സിൽ എവിടെയെങ്കിലും ട്രെയിനിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പതുക്കെ മൊബൈൽ ഫോൺ പതുക്കെ ഓണാക്കും, പതുക്കെ ലൈവ് ചെയ്യുക, അടുത്തിരുന്നോട്ട് റാഹത്തായിട്ടിരുന്നുണ്ട്. ഇത് ഇവനും കാര്യം ഇവൻ അപ്പം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് ഇത് വെച്ച് നോക്കും, ശരിയാണോ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും, എന്നിട്ട് ലൈവ് ചെയ്യുക പരിപാടി. അപ്പോൾ അബ്ദുൽ ഖാദറിനല്ല, അബ്ദുൽ ഖാദർ ഇങ്ങോട്ട് നോക്കുന്നത് എന്നെ പറഞ്ഞതല്ല കേട്ടോ. ലൈവ് ചെയ്യുകയാണ്, ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ലൈവ് ചെയ്യും, ഒളിച്ചിരുന്നിട്ട് ലൈവ് ചെയ്യും. ബസ്സിൽ അവിടെ ഇങ്ങനെ ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുക പരസ്യമായിട്ടാണ്. അപ്പോൾ ഇവന് ഇവിടെ നിന്നിട്ട് അല്ലെങ്കിൽ പതുക്കെ വീഡിയോ പിടിക്കും, എന്നിട്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് ബാത്റൂമിൽ പോയിരുന്ന് ഇത് നോക്കി പിടിക്കുക. കൊള്ളാമല്ലോ, നല്ല റാഹത്ത്. ആ പരിപാടി, അങ്ങനത്തെ പരിപാടി എന്ത് ചെയ്യൂല, എതിർക്കൂല. എന്തിനാണ് ഇവിടെ നാട്ടിൽ ഇത് പരസ്യമായിട്ട് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുക പോലുമില്ല. ഇന്നത്തെ അവസ്ഥ ഏതാണ്? അത് നബിതങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും, നബിതങ്ങൾ പറഞ്ഞു. എവിടെ എത്തിപ്പോയി? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലോകാവസാനം സംഭവിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം എത്രത്തോളം ഉണ്ടാകുമെന്നറിയുമോ? ലാ തഖൂമു സ്സാഅ ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത ത്വരീഖ് ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ, പരസ്യമായ നടുറോഡിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ തുൻകഹു വസ്ത ത്വരീഖ്, പരസ്യമായ നടുറോഡിൽ വെച്ചുകൊണ്ട് വ്യഭിചരിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. പരസ്യമായ ബസ്സിലാകട്ടെ ട്രെയിനിലാകട്ടെ, പരസ്യമായ നടുറോഡിൽ വെച്ചാകട്ടെ ബീച്ചിലാകട്ടെ, പരസ്യമായി എവിടെ വെച്ചുകൊണ്ട് ചുംബനം നടന്നാലും എവിടെ വെച്ചുകൊണ്ട് വ്യഭിചരിക്കപ്പെടുന്നത് കണ്ടാലും അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഈ ലോകം അവസാനിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇന്ന് കാലഘട്ടം കാണുകയല്ലയോ? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കമിതാക്കൾ ചുംബനം കൊടുക്കുകയല്ലയോ? കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്ക് വൈകുന്നേരം പോകുന്നതാകുന്ന ബസ്സുകളിൽ നിങ്ങളൊന്ന് കയറി നോക്കണേ. അതാ AC ബസ്സുകളിൽ കടക്കുന്നതാകുന്ന രതിക്കരേടകൾ എത്ര മോശമാണ്, മോശമാണ്. ബർത്ത് ബുക്ക് ചെയ്തുകൊണ്ട് കമിതാക്കൾ ഒരുമിച്ച് ബാംഗ്ലൂരിൽ പഠിക്കുന്നവരായിരുന്നു പറയുന്നവർ, ഒരുമിച്ച് തിരുവനന്തപുരത്ത് പഠിക്കുന്നവരാണെന്ന് പറയുന്നവർ, ഒരുമിച്ച് എറണാകുളത്ത് ഒരേ കോളേജിൽ പഠിക്കുന്നവരാണെന്ന് പറയുന്നവർ, രണ്ടുപേരും ഒരുമിച്ച് ഒരേ ബെഡിൽ കടന്നുകൊണ്ട് ഉറങ്ങുകയാണ്, പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്, പരസ്പരം ചുംബിക്കുകയാണ്, പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാ. തടസ്സം നിൽക്കാൻ ഒരാളുമില്ല, ഇതൊന്ന് തടയാൻ ഒരാളുമില്ല. അറിയുന്നതായ ആളുകൾ ഉണ്ടായിട്ട് പോലും, അധികൃതർ ഉണ്ടായിട്ട് പോലും കിട്ടുന്നതാകുന്ന നക്കാപ്പിച്ചകൾ കയ്യിലേക്ക് എണ്ണി എണ്ണി വാങ്ങിയിട്ട് ആവശ്യത്തിനുള്ള വ്യഭിചാരശാലകളും വ്യഭിചാരമാകുന്ന ശൃംഖലകളും തുറന്നു കൊടുക്കുന്നതാകുന്ന അധികാരി വർഗങ്ങളല്ലയോ? നഊദു ബില്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഹത്താ തൂജദൽ മർഅതു ജഹാറൻ നിഹാറാ,
وسط الطريق لا ينكر أحدا ولا يغيره. അതിനെ ഒന്ന് ചെയ്യരുത് എന്ന് പറയാൻ, ഇതിവിടെ നടക്കൂല എന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെയ്യരുത്, ഇത് വ്യഭിചാരം ഇവിടെ നടക്കത്തില്ല കേട്ടോ, ഇവിടെ ചുമ്മാനൊന്നും കൊടുത്തോണ്ട് നിൽക്കാൻ പറ്റില്ല, പോടാ എന്ന് പറഞ്ഞ് ഓടിക്കൂല. എന്നത് ചെയ്യുന്ന ചുംബിക്കുകയാണോ? ഒരു മിനിറ്റ് മൊബൈലൊന്നും എടുത്തോട്ടെ, ഒന്ന് വീഡിയോ പിടിച്ചോട്ടെ കേട്ടോ. തുടങ്ങിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ പരിപാടി. എവിടെ നോക്കിയാലും ഈ വീഡിയോ പിടുത്തം. ഇതാ കഴിഞ്ഞ ദിവസം കണ്ടില്ല, ഒരു പാമ്പുമായിട്ട് ഒരു പയ്യൻ, പാവം പിടിച്ചവൻ, അവനവൻ്റെ ജീവിത മാർഗമാണ്. പാമ്പിനെ വിളിച്ചിട്ട് ഇങ്ങനെ കോമാളി വേഷം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെരുമ്പാമ്പാൻ കഴുത്തിലേക്ക് കുരുങ്ങി. ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക, ലൈവായിട്ട് എല്ലാവരും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും പിടിച്ചുകൊണ്ടിരിക്കാൻ. പെരുമ്പാമ്പല്ലേ, കഴുത്തിലവനിട്ടു, കഴുത്തിലൊന്ന് ചുറ്റിയിട്ടതാ. പെരുമ്പാമ്പ കൊണ്ട് കഴുത്തങ്ങ് മുറുക്കി, ശ്വാസം മുട്ടി, പയ്യൻ നേരെ നിലത്ത് വീണ് പെടഞ്ഞ് ഇങ്ങനെ മരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ആളുകളെല്ലാം നല്ല രസം, ഹായ് കൊള്ളാമല്ലോ, ഇത് കൊള്ളാം, അവനെന്തോ കാണിക്കുകയാണ്, വെറൈറ്റി കാണിക്കുകയെന്ന് കരുതിയിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അവസാനം അവൻ മരിച്ച് അവിടെ കിടന്നു. മൊബൈൽ ഇങ്ങനെ എത്രത്തോളം യൂസ് ചെയ്യാൻ, നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം, എവിടെ എത്തിപ്പോയി? അശ്ലീലതകൾ ഒളിച്ച് നിന്ന് ഒപ്പിയെടുക്കുക, എന്നിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിരുന്ന് കാണുക. ഇതപ്പോഴത്തെ സമൂഹത്തിൻ്റെ പരിപാടി. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്യുക, കാരണം കണ്ട് മടുത്ത്. ഇനിയിപ്പോൾ വേറെ ചേച്ചീനെ നോക്കട്ടെ, പിന്നെ വേറെ പോവുക, കുളിമുറി കൊണ്ട് ഒളിക്യാമറ വെക്കുക, അടുത്ത പരിപാടി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതല്ലേ സമൂഹം, നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അശ്ലീലത കാണാൻ ഇത്രത്തോളം താല്പര്യം വെക്കുന്നവർ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എറണാകുളം ജില്ലയിൽ സച്ചിൻ വന്നിട്ടുണ്ട്. അവിടെ കാണാത്ത ജനങ്ങൾ. സച്ചിൻ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ്. സച്ചിൻ വന്നപ്പോൾ നല്ല ആളുകൂടി, ഭയങ്കര ആളുകൂടി. അത് കഴിഞ്ഞ് റൊണാൾഡോ വന്നു, മറഡോണ വന്നു. മറഡോണ വന്നപ്പോൾ അതിനേക്കാൾ ആളുകൾ, ഭയങ്കര ആളുകൾ, മലപ്പുറത്തു നിന്നൊക്കെ ഭയങ്കര ആൾ വന്നു. പിന്നെ ഏറ്റവും കൂടുതൽ കേരളം കണ്ട ഏറ്റവും കൂടുതൽ ജനസഞ്ചയം അവിടെ വന്നത് ഒരു പോൺ സ്റ്റാർ വന്നപ്പോഴാണ്. സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു പോൺ സ്റ്റാർ വന്നപ്പോൾ എറണാകുളം ജില്ല മുഴുവനും ബ്ലോക്കായി. ഒരു സ്ഥലത്തോട്ടും വണ്ടി പോകാൻ കഴിയുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ അവിടെ തിങ്ങി വന്നു. ഇതിൽ കാക്കാന്മാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾ. നഊദു ബില്ലാഹി, അല്ലാഹു ആക്കട്ടെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയ കളി ഏതാണെന്നുള്ളത് മനസ്സിലാക്കണം. സച്ചിൻ വന്നു, ക്രിക്കറ്റ് കളിക്കാരനാണ്, അപ്പോൾ ഇത്ര ആൾ വന്നില്ല. മറഡോണ വന്നു, ഫുട്ബോൾ കളിക്കാരനാണ്, ഇത്ര ആൾ വന്നില്ല. പോൺ സ്റ്റാർ ആകുന്ന ഒരു സിനിമാ നടി വന്നു, അവൾ വന്നപ്പോൾ നല്ല ആൾ. അപ്പം കേരളക്കരത്തിലുള്ളതാകുന്ന ചെറുപ്പക്കാർക്ക് ഇഷ്ടപ്പെട്ട കളി ഏതാണെന്നുള്ളത് അവിടെ മനസ്സിലാകാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം? അവളെ കാണാൻ വേണ്ടി ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇപ്പോഴത്തെ ഏറ്റവും താല്പര്യം ഇതാണ്. ഈ മൊബൈൽ ഫോണൊക്കെ പിന്നെ എന്തോ ഉള്ളത്. അതുകൊണ്ടല്ലേ പാറ്റേൺ ലോക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. പാപ്പായിട്ട് ഇങ്ങനെ 10 വട്ടം വരച്ചാലും കളം വരച്ചാലും ഒരു രക്ഷയില്ല ഇതൊന്ന് തുറക്കാൻ വേണ്ടി. പള്ളിയിൽ ഉസ്താദിനോട് പറയാം, പാറ്റേൺ ലോക്കൊന്ന് തുറക്കാൻ വല്ല യാസീനുണ്ടോ ഉസ്താദ് ഒന്ന് തുറന്നില്ല, എവിടെ രക്ഷയില്ല, ഇതൊന്ന് തുറക്കാൻ മക്കൾ വിചാരിച്ചാലും വല്ല രക്ഷയുണ്ടോ? ഇനി വാപ്പ തുറന്നാൽ തന്നെ ഫയലുകൾ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള കഴിവും പിള്ളേർക്കുണ്ട്, അതും പഠിച്ചു വെച്ചിരിക്കാൻ. വേണേ വാപ്പാട് പാറ്റേൺ ലോക്ക് തുറന്നു, എൻ്റെ മൊബൈലൊന്നുമില്ല, വാപ്പ നോക്കിയോ, വാപ്പ മൊത്തം നോക്കും, അരിച്ച് പറക്കി നോക്കും, ഒന്നുമില്ല. പിന്നെ കൊണ്ട് ഇപ്പം പിന്നെ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് വേറെ ഏതാണ്ടൊക്കെ ഇരുന്ന് കാണുന്നു. സംഭവം എന്താ? സകല സിനിമയും സകല വേണ്ടത് ആവശ്യമായ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഫയലുകളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് മോനറിയാം എങ്ങനെ ഹൈഡ് ചെയ്യണം, ഇത് വാപ്പക്ക് എടുക്കാൻ അറിയില്ല അല്ലേ? അങ്ങനത്തെ പരിപാടിയില്ലേടാ, ഹൈഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയില്ലേ? നിന്നോടെ ചോദിച്ചേ ഇല്ലേ? ഉണ്ട് അല്ല, അവന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുണ്ടെന്നാണ്. അവർക്ക് ലൈവ് ചെയ്യുന്നുള്ളതുകൊണ്ട് അവർക്ക് അതുമായിട്ടൊക്കെ അറിയാം, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് കാലഘട്ടം. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം? അതുകൊണ്ടല്ലേ മൊബൈൽ ഫോണൊക്കെ ഇങ്ങനെ ലോക്ക്, ഫേസ് ലോക്ക്, ഫിംഗർ ലോക്ക് ഒക്കെ ലോക്കാക്കിയിരിക്കുക. കാരണം എന്താ? പുറത്ത് കാണിക്കാൻ പറ്റാത്ത പല സീക്രട്ടുകളും അതിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എത്രത്തോളം നമ്മൾ സൂക്ഷ്മത വെക്കുന്നോ അത്രത്തോളം ഉണ്ടാകും നമ്മുടെ ഭാര്യയുടെ സൂക്ഷ്മത. അങ്ങനെയാണ്. അല്ല, നമ്മുടെ ചിന്ത എന്താ? ഞാൻ നല്ല സ്വാലിഹാകണം, എൻ്റെ ഭാര്യ അതുപോലെ തന്നെ സ്വാലിഹത്താകണം, എനിക്കെന്ത് വേണമെങ്കിലും കാണിക്കാം, എൻ്റെ ഭാര്യ എന്തായാലും സ്വാലിഹത്താകണം എന്ന ചിന്ത വരാൻ പാടില്ല. അള്ളാഹു നമ്മുടെ സ്വാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. വിചാരം എന്നതുകൊണ്ട് ഇന്നത്തെ സമൂഹം വിഭജിക്കുന്നത് ശാരീരിക ബന്ധം മാത്രമാണ്. അങ്ങനെയല്ലല്ലോ. പരിശുദ്ധ ഇസ്ലാമിൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും വിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി
അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നു എന്നുള്ളതാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും സന്ദർഭവുമാണ്. എല്ലാ അവയവങ്ങൾക്കും വിചാരമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ കതബ അല ബിനി ആദമ നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികൾക്ക് മുഴുവനും വ്യഭിചാരത്തിന്റെ ശാഖകൾ എത്തിച്ചിട്ടുണ്ടത്രേ. അതവർക്ക് കടന്നു വരുമേ, ഒരിക്കലും എത്തിക്കാതിരിക്കുകയില്ല. ഒരിക്കലും വ്യഭിചാരത്തിൻ്റെതാകുന്ന സമയവും സന്ദർഭവും ഒരാൾക്ക് പോലും എത്താതിരിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്നതായ ഒരു സന്ദർഭം എല്ലാ ആദം സന്തതികളുടെ മക്കൾക്കും ഉണ്ടാകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതിനുള്ള സാഹചര്യങ്ങൾ അവൻ എത്തിക്കും. അതിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. ഹബീബ് മുഹമ്മദ് മുസ്തഫ അതവൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. പുരുഷന്മാർക്കുണ്ടാകും, സ്ത്രീകൾക്കുണ്ടാകും. അതിന് പറ്റുന്ന സാഹചര്യം അവനിങ്ങനെ ഒരുക്കി കൊടുക്കും. പക്ഷേ അതിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. അവിടെയാണ് വിജയി. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് പറയുകയാണ്, ഫൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളുറു. രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. രണ്ട് കണ്ണുകളുടെ വ്യഭിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ്. സിനിമ കാണല് മാത്രമല്ല, സീരിയൽ ദർശിക്കല് മാത്രമല്ല, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമുണ്ടല്ലോ, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമുണ്ടല്ലോ. ഹറാമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വൽ ഉദ്നാനി തസ്നിയാൻ. രണ്ട് കാതുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബാ. ഫസിനഹുമാ അൽ ഇസ്തിമാഉ. രണ്ട് കാതുകളുടെ വ്യഭിചാരം ഹറാമായത് ശ്രദ്ധിച്ച് കേൾക്കലാണ്. ഇന്ന് എത്രയോ മോശപ്പെട്ടതാകുന്നതായ സംസാരങ്ങൾ ഇന്ന് യൂട്യൂബിൽ കാണാൻ സാധിക്കും. മലപ്പുറത്തെ താത്തമാര്, കാസർഗോഡുള്ളതാകുന്ന ഇച്ഛമാര് അനാവശ്യമാകുന്ന പോൺ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് പൈങ്കിളി സംസാരങ്ങൾ നടത്തിയത് ഇന്ന് യൂട്യൂബിലില്ലയോ? ഇന്ന് സമൂഹം കാണുകയല്ലയോ? സമൂഹം കേൾക്കുകയല്ലയോ? ഇത്തരത്തിൽ മോശപ്പെട്ട സംസാരങ്ങൾ സ്വന്തം ഭർത്താവല്ലാത്തവരുമായി നടത്തുന്നതാകുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, തൗബ ചെയ്യണേ. കാമുകയുടേതാകുന്ന സംസാരങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്നതാകുന്ന സംസാരങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നതാകുന്ന കാമുകന്മാരുടെ ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി ഉറക്കം നടിച്ചുകൊണ്ട് കിടക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, തൗബ ചെയ്യണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വല്ലുദനാനി തസ്നിയാൻ. രണ്ട് കാതുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബാ. ഫസിനഹുമാ അൽ ഇസ്തിമാഉ. ഹറാമായ സംസാരം കേൾക്കലാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവ് അറിയാതെ പാമുഖത്തിൽ പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ടതായ കാമുകനുമായി സംസാരിക്കുന്നതായ പ്രിയപ്പെട്ടതാകുന്ന സഹോദരി, വല്ലിസാനു തസ്നിയാൻ ഫസിനാഹു അൽ കലാം. നീ നിന്റെ കാമുകനുമായിട്ടുള്ള മോടി പിടിപ്പിക്കുന്ന സംസാരമില്ലയോ, അത് നിന്റെ നാവിൻ്റെതാകുന്ന വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ കണ്ടുപിടിക്കേണ്ടത് മറിയം ബീവിയെയാണ്. നീ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീവിയാണ്. പരിശുദ്ധമായ ഖുർആൻ രണ്ട് മഹിളകളെ എടുത്തു പറഞ്ഞില്ലയോ? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ إذا قالت رب ابن لي
عندك بيتا في الجنة ونجني من فرعون وعملي ونجني من القوم الظالمين ومريم بنت عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാനിന്റെ മകൾ ആസിയത്ത് ഇമ്രാൻ, ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയയാണ് മുഅ്മിനീങ്ങൾക്ക് ഒന്നാമതായി ഉദാഹരണം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ ഉദാഹരിക്കുന്നത് ഖുർആൻ മുഖേന പഠിപ്പിക്കുന്നത് ഇമ്രാന്റെ മകളാകുന്ന ബഹുമാനപ്പെട്ട മഹദിയായ മറിയമാണ്. എന്താണ് മറിയമിനുള്ള പ്രത്യേകത? അല്ലത്തി അഹ്സനത ഫർജഹാ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനനേന്ദ്രിയത്തെ സൂക്ഷിച്ചവളാണ്. തന്റെ ലൈംഗിക അവയവത്തെ ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചവളാണ്. വല്ലാത്ത സൂക്ഷ്മതയുള്ളവളാണ് മറിയം. പരിശുദ്ധമായ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുകയാ. സൂറത്തു മറിയമിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് വീട്ടിലേക്ക് ഒരു അന്യപുരുഷൻ വന്നാൽ സഹോദരിമാര് രംഗപ്രവേശനം ചെയ്യുകയാ. ഒരു മടിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങി അവരുമായി വർത്തമാനം പറയുകയാണ്. അവരുടെ മുന്നിലേക്ക് കുണുങ്ങി ചിരിച്ചുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. അവരുടെ മുന്നിലേക്ക് ഇതാ ഭക്ഷണ തളികയുമായി കടന്നു ചെല്ലുകയാണ്. അവരുടെ മുന്നിൽ ഭക്ഷണം വിളമ്പാൻ നിൽക്കുകയാണ്. ഹോട്ടലിൽ പോയി നോക്കിയാലും ഭക്ഷണം വിളമ്പാൻ സ്ത്രീകളാണ്. പാർക്കിലേക്ക് ചെന്നാലും ഐസ്ക്രീം വിളമ്പാൻ സ്ത്രീകളാ. ഏത് റോഡിലൂടെ പോയാലും ഏത് പരസ്യവും സ്ത്രീകളാണ്. നഗ്നമാകപ്പെട്ട ശരീരം കാണിച്ചുകൊണ്ട് അവരുടേതാകുന്ന ശരീരത്തിന്റെ ഉള്ളിലുള്ളതാകുന്ന വസ്ത്രങ്ങൾ അവർ പുറത്തേക്ക് കാണിച്ചുകൊണ്ട് നടക്കുന്നതായ മോശപ്പെട്ടതാകുന്ന പരസ്യങ്ങൾ റോഡിൽ നമ്മൾ കാണുകയാ. ബഹുമാനപ്പെട്ട മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മൾ കൊണ്ടുവരണേ. പരിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ കാറ്റലോഗ്, നമ്മുടെ വഴികാട്ടി. പരിശുദ്ധമായ ഖുർആനാണ്. 23 സംവത്സരങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക്, ലോകത്തിന്റെ നായകന്റെ കൈകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മാലാഖ മുഖേന നൽകിയതായ പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയ. ആ ഖുർആനിലൂടെ അല്ലാഹു ഇതാ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു മറിയം നോക്കണേ, ഖുർആൻ ഓതണേ, ഖുർആൻ ശ്രവിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഇതാ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്. വദുഖുറ ഫിൽ കിതാബി മറിയം ഇദാ തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പ്രകീർത്തിക്കുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു മൗലിദ് ഓതുകയാണ്, പാരായണം ചെയ്യുകയാണ്. സൂറത്തു മറിയമിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നബിയേ തങ്ങൾ മറിയമിനെ കുറിച്ച് സ്മരിക്കണേ. മറിയം ബീവിയുടെ മൗലിദ് ഓതണേ. വദുഖുറ ഫിൽ കിതാബി മറിയം ബീവിയെ കുറിച്ച് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ. إذ تبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا. തൻ്റെ നാട്ടുകാരിൽ നിന്ന്, തൻ്റെ അയൽവാസികളിൽ നിന്ന് ഇതാ മഹദിയാകുന്ന മറിയം വീടിൻ്റെ കിഴക്ക് മാറിക്കൊണ്ട് ഒരു മഠം നിർമ്മിച്ച് അതിൽ ഇബാദത്തിനായി കഴിയവേ മഹദിയുടെ അടുക്കലേക്ക് ഫർസൽനാ ഇലൈഹാ റൂഹനാ
ബഹുമാനപ്പെട്ട ജിബ്രീലിനെ, എൻ്റെ റൂഹാകുന്ന ജിബ്രീലിനെ ഞാനിതാ അവിടേക്ക് മനുഷ്യന്റെ രൂപത്തിൽ പറഞ്ഞേക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മഠത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുകയാ. മറിയം ബീവിയുടെ മുന്നിലേക്ക് മലക്കിന്റെ കോലത്തിലല്ല ചെല്ലുന്നത്, മനുഷ്യന്റെ രൂപത്തിലാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറയുകയാണ്, ഖാലത്തിനി അഊദു ബിർറഹ്മാൻ റഹ്മാനായ പടച്ച റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ കാവൽ തേടുകയാ, മാറിപ്പോകണേ, നീ അല്ലാഹുവിനെ സൂക്ഷ്മത വെക്കുന്നവനാണെങ്കിൽ ഇറങ്ങിപ്പോകണേ എന്ന് മറിയം ബീവി അലൈഹിസ്സലാം. ആണ് സൂക്ഷ്മത. ഖുർആൻ പറയാ, അങ്ങനത്തെ മറിയമിൻ്റെ ചരിത്രം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ മുത്തുനബിയെ. അതാണ് മൗലൂദ് ഓതാൻ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നാട്ടുകാരറിയട്ടെ, ഇതൊക്കെ നമ്മുടെ പെൺമക്കൾ അറിയട്ടെ, നമ്മുടെ സഹോദരിമാർ അറിയട്ടെ. വീടിൻ്റെ വാതിൽക്ക് ഓമ്പലടിക്കുക, വാപ്പ ഞാൻ നോക്കിക്കോളാം, ചാടി ഇറങ്ങുക, ടാറ്റ ബൈ ബൈ. പിന്നെ വാപ്പ നോക്കുമ്പോൾ മോളെയും കാണുന്നില്ല, ഇറങ്ങിപ്പോയി, അസ്സലാമു അലൈക്കും. ചാടി ആദ്യം ഇറങ്ങുന്നത് മകളാണ്, ആദ്യം ഇറങ്ങുന്നത് ഭാര്യയാണ്. ഇറക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്, ഇറക്കുന്നവരുമുണ്ട്. തൻ്റെ കച്ചവടം നടക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ ചായക്കോപ്പ് കൊടുത്തിട്ട് എൻ്റെ യജമാനന്റെ മുന്നിൽ വന്നുകൊണ്ട് കുമ്പിട്ട് നിൽക്കണമെന്ന് പറയുന്ന ഭർത്താക്കന്മാരുമുണ്ട്, കച്ചവട തന്ത്രം എടുക്കുന്നതാകുന്ന ഭർത്താക്കന്മാരുമുണ്ട്. പറയാതിരിക്കാൻ പറ്റൂല. ഭാര്യയോട് പറയും ചായക്കോപ്പയായിട്ട് വരണേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും. എന്നിട്ട് ഭാര്യയുടെ സൗന്ദര്യം ലാക്കാക്കിയിട്ട് പിന്നെ കച്ചവടം റാഹത്താക്കുക. അതാണ് അവൻ്റെ നിയ്യത്ത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം, എവിടെ എത്തിപ്പോയി സമൂഹം? മറിയം ബീവിയെ കണ്ടുപിടിക്ക്. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുന്നിലേക്ക് ഇതാ മലക്ക് കടന്നു വന്നു. മലക്കിന് രൂപം അറിയാൻ സാധിക്കുമല്ലോ. യതശക്കലു ബി അശ്കാലി മുഖ്തലിഫത്തിൻ ഗൈറൽ കൽബി വൽ ഖിൻസീരി ശഫീഉനാ റസൂലുള്ളാഹി. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിലല്ലാത്ത എല്ലാ രൂപത്തിലും പ്രാപിക്കാൻ മലക്കുകൾ സാധിക്കും എന്നാണ്. മനുഷ്യൻ്റെ രൂപത്തിൽ, നല്ല ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ മഹദി അവരുടെ മഠത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹദി പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ്യ. റഹ്മാനായ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. പോ, നീ അള്ളാഹിനെ പേടിക്കുന്നവനാണെങ്കിൽ പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ, ഓടിക്കാൻ. നമ്മളാണെങ്കിൽ നേരെ വിളിക്കുമ്പോൾ ഇച്ഛയില്ല, എന്നാലും കുറച്ച് നേരം നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ട്, മോൻ കണ്ട വല്ല ക്ഷീണമുണ്ട്, ഭാഗത്ത് കയറിയിരിക്കും, നല്ല നാരങ്ങാവെള്ളം കലക്കി തരാം, കുലുക്കി സർബത്ത് വേണോ, ഭാഗത്തോട്ട് പോ. ഇതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ, നമ്മുടെ സഹോദരിമാർ അറിയേണ്ടതാണ്. വദ്കുറു ഫിൽ കിതാബി മറിയമെന്ന മറിയമ്മിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമൂഹം അറിയട്ടെ. അനുസ്മരണ പ്രസംഗം നടത്ത്, അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക, സമൂഹം അറിയണം. ആണ് മറിയം ബീവി. അവരുടെ ജനനേന്ദ്രിയത്തെ അവർ ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചു. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്സാരമായ സംഗതിയല്ല. അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരം. ഭർത്താവില്ല വീട്ടിൽ, ഒരാൾ വിളിച്ചു, ഫോൺ വിളിച്ചു, അവനുമായി സംസാരിക്കാൻ. എന്തുകൊണ്ട് ഇച്ഛയില്ല എന്ന് അങ്ങനെയല്ല. പിന്നെ എന്താ നീ പറയേണ്ടത്? നല്ല ഗൗരവത്തിൽ. ഒരു ഹദീസിൽ കാണാം, നിന്റെ ശബ്ദത്തിൽ ഒരല്പം ഗാംഭീര്യത കൊടുത്ത് അത് നിന്റെ വായിൽ കൈവച്ചിട്ട് നീ മോണോആക്ട് കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, നിനക്ക് ചിലപ്പോൾ നിന്റെ നിന്റെ ശബ്ദം നല്ല മയമായിരിക്കും. സ്ത്രീകളുടേതാണ് പറയുന്നത്. സ്ത്രീകൾ, ഭർത്താവില്ല വീട്ടിലേക്ക് ഒരാൾ ഫോൺ വിളിക്കാൻ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മയത്തിൽ സംസാരിക്കാൻ പാടില്ല. അന്യരാകുന്ന വ്യക്തിയാണെങ്കിൽ അല്പം കട്ടിയിൽ ശബ്ദത്തിൽ സംസാരിക്കണം. ഇവിടെ ആരുമില്ലോ എന്ന് പറഞ്ഞേക്കണം. കാരണം എന്താ, നിന്റെ മയത്തിൽ, നിന്റെ സംസാരം നല്ല മയത്തിലാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവന് കൊള്ളാവല്ലോ, ഒന്നുകൂടി വിളിച്ചു നോക്കാമായിരുന്നു മഹത്തായിട്ട്. പുള്ളി എപ്പോൾ വരുമെന്നെങ്കിലും ചോദിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും ഡയൽ ചെയ്യും. അതേസമയത്ത് ഇവിടെ ആരും ഇല്ല കേട്ടോ, വരുമ്പോൾ നാളെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടെത്തും എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ് പിന്നെ വിളിക്കൂല. പടച്ചവൻ ഏതോ കാട്ടുപോത്തിനെയാണ് വിളിച്ചത്, ഇനി വിളിക്കേണ്ടെന്ന് കരുതി മേലെ പിന്നെ രണ്ടാമത് ഡയൽ ചെയ്യൂല. അതേസമയത്ത് നീ മയപ്പെട്ടാൽ അവരിങ്ങോട്ട് വീണ്ടും വിളിക്കാൻ നിൽക്കും. ഇതൊക്കെ എന്താണ് റസൂൽ എന്ന് പഠിപ്പിച്ചിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ പഠിപ്പിച്ചില്ലേ അള്ളാഹിൻ്റെ റസൂല്? കണ്ണിന് വ്യഭിചാരം, നിന്റെ കാതിന് വ്യഭിചാരം, നിന്റെ കൈക്ക് വ്യഭിചാരം, നിന്റെ കാലിന് വ്യഭിചാരം. മുഹമ്മദ് മുസ്തഫ വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ശൂ. രണ്ട് കൈക്ക് വിചാരമുണ്ടത്രേ. അന്യ പെണ്ണിലേക്കുള്ള പിടുത്തമാണ്. അന്യ പുരുഷൻ സ്ത്രീയിലേക്കുള്ള പിടുത്തമാണ്. അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ കടന്നുപിടുത്തമാ. അത് കൈയുടെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വരിജ്ലാനി തസ്നിയാൻ, രണ്ട് കാലുകൾ വ്യഭിചരിക്കുന്നു.
ബൈനഹുമാ അൽ ഖുതാ. രണ്ട് കാലിൽ വ്യഭിചാരം ഹറാമിലേക്കുള്ള നടത്തമാണ്. വാതിന് പോകണ്ടേടാ നമുക്കെന്ന് പറയുമ്പോ കൂട്ടുകാരൻ പറയുകയാണ്, എടാ ഇന്ന് പോകണ്ട, നല്ല ബ്ലൂ ഫിലിമിന്റെ CD എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വാപ്പയും ഉമ്മയും വാതിന് വേണ്ടി പോകുമ്പോ എൻ്റെ വീട്ടിൽ DVD പ്ലെയർ ഇട്ട് കണ്ട് കാണാമെന്ന് പറയുമ്പോ അത് കാണാനുള്ള നിന്റെ യാത്രയുണ്ടല്ലോ, ആ യാത്ര തന്നെ വ്യഭിചാരമാണ്, കാലിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വ്യഭിചാരിക്കാൻ വേണ്ടിയുള്ള നിന്റെ നടത്തം, നീ വ്യഭിചാരശാലകളിലേക്കുള്ള നിന്റെ നടത്തം, സിനിമ കാണാനുള്ള നിന്റെ നടത്തം, അന്യ പെണ്ണിനെ ദർശിക്കാനുള്ളതാകുന്ന നിന്റെ നടത്തം, അതെല്ലാം ഓരോ പടിയായി വ്യഭിചാരത്തിന്റെ പട്ടികയിൽ എണ്ണുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്. എല്ലാ അവയവങ്ങൾക്കും ഉണ്ട്. ആദ്യം നബി തങ്ങൾ പറഞ്ഞത് കണ്ണാണ്. അത് തന്നെ പറയുകയാണെങ്കിൽ 3 ദിവസം പറയണം, കാരണം അത്രമേൽ ആയത്തും ഹദീസുണ്ട്, അതിലേക്ക് അത്രമേലുണ്ട്, ധാരാളം ഉണ്ട്. കണ്ണ് നിസ്സാരമായ ഒരു അവയവമല്ല. അതുകൊണ്ടല്ലേ ഖുർആൻ എടുത്തു ചോദിച്ചല്ലോ. ഖുർആൻ എടുത്തു ചോദിച്ചു 1-2 അനുഗ്രഹങ്ങൾ, അതിൽപ്പെട്ടതാണ് കണ്ണ്. എന്താ ഖുർആൻ ചോദിച്ചത്? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹുൻ നജ്ദൈൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ. മനുഷ്യ നിനക്ക് നാം 2 കണ്ണുകളെ നൽകിയില്ലയോ? മനോഹരമായ നയനങ്ങളെ സമ്മാനിച്ചില്ലയോ? വലിസാനൻ വശഫതൈൻ. നാവിനെ നിനക്ക് നൽകിയില്ലയോ? വശഫതൈൻ. 2 ചുണ്ടുകളെ നൽകിയില്ലയോ? വശഫതാനി തസനിയാൻ. 2 ചുണ്ടുകൾ വിഭജിക്കുന്നുണ്ട്. സാബാ ഫസിനഹുമാ അൽ ഖുബലു. 2 ചുണ്ടുകളുടെ വ്യഭിചാരം അത് ചുംബനമാണ്. അന്യ പെണ്ണിലേക്കുള്ള പുരുഷന്റെ ചുംബനമാണ്, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ ചുംബനമാണ്. അത് വാലന്റൈൻസ് ഡേയിലാകട്ടെ, അതൊരു പെരുന്നാളിന്റെ സുദിനത്തിലാകട്ടെ, അതെല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാകട്ടെ, അത് സ്കൂളിലെ മുഴുവൻ യാത്രകളും കഴിഞ്ഞ് ഈ വർഷത്തെ അധ്യയന വർഷം കഴിഞ്ഞടാ, ഇനി അടുത്ത വർഷമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്ത്യചുംബനം കൊടുത്തതാകട്ടെ, എന്തുമായിക്കോട്ടെ, ഫസിനഹുമാ അൽ ഖുബലു. 2 ചുണ്ടുകളുടെ വിചാരം, അന്യ പെണ്ണിലേക്കുള്ള പുരുഷന്റെ ചുംബനം, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ ചുംബനം, അത് ചുണ്ടിന്റെ വ്യഭിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വ്യഭിചാരത്തിലേക്ക് പോകുന്ന 3 അവയവങ്ങളെയാണ് അള്ളാഹു എടുത്തു ചോദിച്ചത്. ഏതൊക്കെ? 1-2 കണ്ണ്, പിന്നെ ചുണ്ട്, പിന്നെ നാവ്. നിനക്ക് കണ്ണ് നൽകിയില്ലേ? അലം നജഅൽ ലഹു ഐനൈൻ. നിനക്ക് കണ്ണ് നൽകിയില്ലയോ? വലിസാനം വശഫതൈൻ. നിനക്ക് ചുണ്ട് നൽകിയില്ലയോ? നിനക്ക് നാവ് നൽകിയില്ലയോ? ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വ തആല ഇലാഹ ഇല്ലഹു. അല്ലാഹു എന്ത് ചോദിച്ചില്ല? പല്ല് തന്നില്ലെന്ന് ചോദിച്ചില്ല. കാരണം എന്താ? 65 കുഴിമന്തി കഴിക്കലല്ല ഈ ദുന്യാവിൽ നിന്റെ ഏറ്റവും വലിയ സംഭവം. മനസ്സിലായില്ലേ ഷംസീറായി? തിരിഞ്ഞില്ലേ? കുഴിമന്തി കഴിക്കലല്ല, പിന്നെന്താണ് ഏറ്റവും വലിയ സംഭവം? എന്താണ്? ഈ നാവ് കൊണ്ട് ദിക്ർ ചെല്ലലാണ്. ഈ നാവിനെ സൂക്ഷിക്കുക, ഈ ചുണ്ട് മനക്കുക, അതോടൊപ്പം അതരങ്ങൾ അനക്കി ദിക്ർ ചെല്ലുക, അതോടൊപ്പം കണ്ണ് സൂക്ഷിക്കുക, കണ്ണ് ചിമ്മുക. മുഅ്മിനീങ്ങളുടെ പരിപാടി അതാണ്. ഹറാമ് കാണുമ്പോൾ കണ്ണ് ചിമ്മണം. മുഅ്മിനീങ്ങളോട് പറഞ്ഞാൽ മതി എന്നാണ് ഖുർആൻ പറഞ്ഞത്, അവർ ചിമ്മിക്കോളൂ എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താ ഖുർആൻ പറഞ്ഞത്? എന്താ? സൂറത്തുൻ നൂർ, وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ. നബിയേ തങ്ങൾ മുഅ്മിനീങ്ങളോട് പറയണേ യഗുള്ളൂ മിൻ അബ്സാരിഹിം. അവരുടെ കണ്ണുകളെ ചിമ്മണേ വയഹ്ഫളൂ ഫുറൂജഹും. അവരുടെ ജനനേന്ദ്രിയത്തെ അവർ സൂക്ഷിക്കുകയും ചെയ്യണേ. യഗുള്ളൂന എന്ന് പറഞ്ഞില്ല. അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം അതിൻ്റെ വ്യത്യാസം. യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും.
അവരോട് പറഞ്ഞാൽ മതി, അവരതൊക്കെ ചെയ്തോളും എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അവിടെ ചെയ്യുന്നത് സുബ്ഹാനല്ലാഹ്, മോമിനീങ്ങളോട് അങ്ങനെ പറഞ്ഞാൽ മതി, വിശ്വാസികളോട് ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മുക, അന്യ പെണ്ണിനെ നോക്കാതിരിക്കുക, ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുക, ഇതവരോട് പറഞ്ഞാൽ മതി, അവരങ്ങ് ചെയ്തോളും. വിശുദ്ധ ഖുർആൻ. അപ്പോൾ കണ്ണിനെയാണ് ആദ്യം അള്ളാഹു പറഞ്ഞത്, പിന്നെയാണ് എന്ത് പറഞ്ഞത്? ജനനേന്ദ്രിയത്തെ പറഞ്ഞത്, ലൈംഗിക അവയവത്തെ പറഞ്ഞത്. കാരണം ഈ കണ്ണിലൂടെയുള്ള നോട്ടം കൊണ്ടാണ്, അന്യ പെണ്ണിനെ കാണലിലൂടെയാണ് ആ പെണ്ണുമായിട്ട് സ്നേഹത്തിലേർപ്പെടാനും അവളുമായി സംസാരിക്കുവാനും അവളെ താല്പര്യം വെക്കുവാനും അവളോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുമുള്ളതാകുന്ന നിൻ്റെ മനസ്സിൻ്റെ ത്വര ലൈംഗികതയിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി പ്രഥമ ദൃഷ്ട ഈ കാണലാണ്. അതുകൊണ്ട് ആ കാണൽ തന്നെ വേണ്ട. ഖുർആൻ അതങ്ങ് എടുത്തു കളഞ്ഞു. ഇതുപോലെ തന്നെ സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് ഖുർആൻ തന്നെ സ്ത്രീകളോടും പറഞ്ഞു, وَقُلْ لِلْمُؤْمِنَاتِ يَغْضُضْنَ مِنْ أَبْصَارِهِنَّ وَيَحْفَظْنَ فُرُوجَهُنَّ. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ തങ്ങൾ മുഅ്മിനത്തുകളാകുന്ന സഹോദരിമാരോട് പറയണേ, യഗ്ളുളന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ. വയഹ്ഫളന ഫുറൂജഹുൻ, അവരുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ എന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ണുകളെ സൂക്ഷിക്കണേ, ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കണേ. ഭയങ്കര സംഭവമാണ്, ഭയങ്കര സംഭവം. എത്ര ഹദീസുകളുണ്ട് അതിലേക്ക് ഉപോത്ബലകമായി. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീവി പറയാൻ, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഇരിക്കാൻ, വൈന്ദഹു മൈമൂനത്ത, നബിയുടെ അടുക്കൽ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുമുണ്ട്. ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം അവിടേക്ക് കടന്നു വന്നു. കണ്ണ് കാണാത്ത വ്യക്തിയാണ്, സ്വഹാബിയാണ്, പക്ഷെ കണ്ണ് കാണാത്ത വ്യക്തിയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഉടനെ ഭാര്യമാരോട് പറയുകയാണ്, ഉഹ്തുജിബാ മിൻഹു, അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറന്നു നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ടുപേരും ഉടനെ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂലേ, ആ കടന്നു വരുന്നതായ രണ്ടുപേരും അന്ധരല്ലയോ? ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയുമില്ലല്ലോ. നല്ല ചോദ്യമാണ്, നല്ല ചോദ്യം. നമ്മൾ ഈ സദസ്സിൽ ഖുർആനും ഹദീസും മാത്രമാണ് പറഞ്ഞു പോവുക, അതുകൊണ്ട് ഉപയോഗപ്പെടും, ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാൻ വേഗം നിർത്തും, ഇനി അതേ ഇല്ല, 15 മിനിറ്റിനുള്ളിൽ തീർക്കും. കാരണം ഇപ്പോൾ എത്ര ദിവസത്തെ വന്ന 14 എത്ര ദിവസം അല്ലേ? കൊള്ളാം, അൽഹംദുലില്ലാ. ഇൽമ കേട്ട് നിങ്ങൾ നല്ല ആലിമീങ്ങളാവും. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിലൂടെ അള്ളാഹു മാറ്റം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും കേൾക്കുന്നത് കൊണ്ട് കുറച്ച് ഇങ്ങനെ വിടുക, അതാ റാഹത്ത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിച്ചോളി, നല്ലതുപോലെ ശ്രദ്ധിക്കും. മുസലമ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞാനും നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയും ഇരിക്കുമ്പോൾ കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം അവിടേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഉഹ്തുജിബാ മിൻഹു, അദ്ദേഹത്തിൽ നിങ്ങൾ രണ്ടാളുകളും മറന്നു നിൽക്കണേ, അകത്തേക്ക് പോകണേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താ? കാണാൻ പാടില്ലല്ലോ, അന്യനല്ലേ അദ്ദേഹം, സ്വഹാബിയാൻ, പക്ഷെ അദ്ദേഹത്തെ കാണാൻ പാടില്ല. ഉടനെ ഭാര്യമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അലൈസ ഹുവ അഅ്മാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ അവര് രണ്ടാളുകളും അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കുകയാ, ആ കടന്നു വരുന്ന കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യൻ അദ്ദേഹം അന്ധനല്ലയോ? ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ. ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ കാണുകയില്ല, ഞങ്ങളെ തിരിച്ചറിയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നതുകൊണ്ട് എന്താണ് പ്രശ്നം നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂൽ ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫ അംയാ
യാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി. ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബ്സിറാനിഹി. നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് ദർശിക്കുകയില്ലയോ? അത് പാടില്ല, അത് കണ്ണിന്റെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ്? സ്വഹാബിയായ വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്ക് അന്യനാണ്. നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടില്ല, അദ്ദേഹത്തിന് കാഴ്ചയില്ല, ശരി തന്നെയാണ്, അദ്ദേഹം നിങ്ങളെ കാണൂല. പക്ഷേ നിങ്ങൾ രണ്ടാളുകൾ കണ്ണിന് കാഴ്ചശക്തിയില്ലേ? നിങ്ങൾ രണ്ടാളുകളും അങ്ങോട്ട് കാണുകയില്ലേ? മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കൂടുതൽ വാചകം അടിക്കണ്ട, അദ്ദേഹത്തിൽ നിന്ന് മറന്നു നിൽക്കട്ടെ ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് ഒരു ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ടത്. അപ്പം എന്താ ഭാര്യയ്ക്ക് പിന്നെന്താ ഉസ്താദ പുറത്തിറങ്ങാൻ പറ്റില്ല? പുറത്തിറങ്ങാം. അന്യരാകുന്ന ആളുകളില്ലാത്തപ്പോൾ പുറത്തിറങ്ങിക്കോ, എന്നിട്ട് ഓടിക്കോ, അങ്ങോട്ടും ഇങ്ങോട്ടും വീടിൻ്റെ വരാന്തി കിടന്ന് ഓടിക്കോ, ഒരു കുഴപ്പമില്ല. ഭർത്താവുമായിട്ട് ഓട്ട മത്സരം നടത്ത്, പറ്റുമല്ലോ. ഐഷാബി പറഞ്ഞിട്ടില്ലേ, കുന്തു സാബിഖുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ അദുഇ. അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ ചാട്ടത്തിൽ മുൻകടക്കുമായിരുന്നു. ലോങ് ജമ്പ്, ചാടി, ഭയങ്കര ചാട്ടം, ഓടി വന്നിട്ട് ചാടും. ആര്? ഐഷാ ബീവി ചാടും. കുന്തു സാബിഖു ഫിൽ അദുഇ, ചാട്ടത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഐഷാ ബീവി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം ഓട്ട മത്സരം നടത്തിയപ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോറ്റുപോയി. ഐഷാ ബീവി ജയിച്ചു റളിയല്ലാഹു അൻഹ. മുത്തനബി പറഞ്ഞു, ഒരു കടം ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യത്തേക്ക് തീർക്കാം. നബി പിന്നെ ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കി, ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി, കുറച്ചാൾക്ക് ശേഷം പിന്നെയും വിളിച്ചു, ബാ ഓടാൻ വരുന്നുണ്ടോ? ഓട്ട മത്സരം, പോരെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐഷാ ബീവി ജയിച്ചു. ഹദീസ്, സഹിഹ ഹദീസ്. അപ്പോൾ വീട്ടിൽ നമുക്ക് സൗകര്യം ഉണ്ടല്ലോ, 10 ഏക്കർ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പൂവായിട്ട് ഓടിക്കൂടെ? ഇനി 10 സെൻറ്റ് സ്ഥലമുള്ളെങ്കിലും വീട്ടിൽ കടന്നോടാ. റോഡിൽ കൂടെ ഓടിയ ആൾക്കാർ പറയുന്ന ഭർത്താവിനും ഭാര്യയും എന്തോ സുഖമില്ലെന്ന് തോന്നുന്നുണ്ടെന്ന് പറയും. അത് വേണ്ട, വീടിനകത്ത് കിടന്നിട്ട് അവിടെ ഓടിക്കോളി സൗകര്യമായിട്ട്. ചാട്ട മത്സരം നടത്തിക്കോ, ചാട്ട മത്സരം നടത്താമല്ലോ. സ്റ്റെപ്പിൽ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് ചാടി, പിന്നെ മേലോട്ട് ചാടി, 2-3 വട്ടം ചാടുമ്പോൾ കാലിൽ സുഖമില്ലാതാവും, പിന്നെ മാറിക്കിടക്കാം സുഖമായിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാം, ഇതൊക്കെ പറ്റും. അന്യരാകുന്ന ആളുകളുടെ മുന്നിൽ ഇറങ്ങാൻ പാടില്ല. ഇതാണ് പരിശുദ്ധ ദീൻ പറഞ്ഞിട്ടുള്ളത്. അന്യപുരുഷൻ്റെ മുന്നിൽ ഇറക്കരുത്. ഈ സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നിനക്ക് മാറും കാണിച്ചിങ്ങനെ റോഡിൽ മുഴുവൻ അങ്ങനെ കറങ്ങി നടക്കണമെന്നോ? അതും മോശത്തരല്ല. അതെന്ത് വർത്താനാണോ പറയുന്നത്? അത് നിനക്ക് കാണിക്കാമല്ലോ. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ ഒരു പെണ്ണിന് ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങൾ കാണിക്കൽ അനുവദനീയം. പരിശുദ്ധ ദീൻ വ്യക്തമാക്കാൻ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന. സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളും കാണിക്കാം. വിശുദ്ധ ഖുർആൻ. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകൾക്ക് മുന്നിൽ തന്നെയോ വീട്ടിലൊരു പെണ്ണ് പെരുമാറുകയാണ്, യജൂസു ലഹാ മിൻ ഗൈരി തബറുജിൻ അൽ വജ്ഹ വറഅസ വറഖബത വൽ കഫൈനി വൽ കഅബൈൻ വതസ്തുറു മാ സിവാ ദാലിക. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്നു, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധം നിഷിദ്ധമായി. ഇതെന്തിനാണ് ഞാനിത് പറയുന്നത്? ഇത് പറയാനുള്ള കാരണം, ചില ആളുകളുണ്ട്, അവർ ഭാര്യ മരിച്ചു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വാപ്പ മരിച്ചു കഴിയുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ ഉടനെ മൂലിയാരെ ഫോൺ ചെയ്യുക, ഉസ്താദേ കാലിയെ ഫോൺ ചെയ്യുക, അതെ ഇനിയിപ്പോൾ എനിക്ക് ആരൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന ഉസ്താദേ ഒന്ന് പറഞ്ഞു തരുമോ ഉസ്താദേ, ഒന്ന് എഴുതിയെടുക്കാനായിരുന്നു. അതെന്താ മസാല എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, അഥവാ നീ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമയവും നിൻ്റെ ഭർത്താവ് ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ എപ്പോഴും നിനക്കൊരേ മസലയാണ്. മരിച്ചു കഴിയുമ്പോൾ, ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ പ്രത്യേക മസല അങ്ങനെയില്ല, അങ്ങനെയില്ലല്ലോ. വിവാഹബന്ധം നിഷിദ്ധമായ ആരൊക്കെയുണ്ടോ, വിവാഹബന്ധം നിഷിദ്ധമായ ആരൊക്കെയുണ്ടോ അവരൊക്കെ നിനക്ക് ജീവിതത്തിൽ കാണാൻ പറ്റുന്നവരാരൊക്കെ ഉണ്ടോ അവരെ നിനക്ക് കാണാം, അല്ലാത്തവരെ നിനക്ക് കാണാൻ പാടില്ല. അതല്ലേ പരിശുദ്ധ ദീൻ. അത് ഭർത്താവ് മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, ജീവിച്ചിരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഒരേപോലെ മസലയാണ്. അവ കണ്ണ് നമ്മൾ സൂക്ഷിക്കണം, കണ്ണുകൊണ്ട് ഹറാമ് കാണാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ثلاث عيون لا ترى أعينهم النار. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കണ്ണുകൾ നാളെ നരകത്തിൽ കടക്കുകയില്ല സാബ. 3 കണ്ണുകൾ അഥവാ കണ്ണ് ഉടയവർ, അതിൻ്റെ ദാത്തുകൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല സാബ.
ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി എണ്ണിയത് ഈ ദുനിയാവിൽ ഹറാമ കാണാത്ത കണ്ണാണ്, അഥവാ സീരിയൽ കാണാത്ത കണ്ണാണ്, സിനിമകൾ കാണാത്ത കണ്ണാണ്, അന്യപുരുഷനെ നോക്കാത്തതായ സ്ത്രീയുടെ കണ്ണാണ്, അന്യ സ്ത്രീയിലേക്ക് നോക്കാത്തതായ പുരുഷന്റെ കണ്ണാ. അവർ തീർച്ചയായും സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണാതെ കണ്ണുകളെ കാത്ത് സംരക്ഷിച്ചവരുണ്ടോ അവർക്ക് തീർച്ചയായും നരകീയ മോചനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല കാസർഗോഡുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിക്കണേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, നരകീയ മോചനം കിട്ടുന്ന രണ്ടാമത്തെ കൂട്ടർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാണ്. പാതിരാത്രി സമയത്ത് വാല് കേൾക്കാണ് ഞങ്ങളിതാ അല്ലാഹുവേ നിന്റെ മഹാന്റെ സവിധത്തിൽ ഞങ്ങൾ 14 ദിവസത്തോളം ഉറക്കമൊഴിച്ചു റബ്ബേ. വാല് കേൾക്കാനാണ്. വാല് കേട്ടിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും നിസ്കരിച്ചുകൊണ്ടും സമയങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് റജബിന്റെ രാവുകളെ നീക്കിയവരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമഴിച്ചതായ വ്യക്തികൾ അവർ നരകീയ മോചനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വഅയ്നുൻ ഖറജത മിൻഹാ ദുമൂഅ് മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണുനീര് ധാരധാരയായി ഒഴുക്കുന്ന സഹോദരനുണ്ടോ അവന് തീർച്ചയായും നരകീയ മോചനം കിട്ടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് സിനിമ കണ്ടുപോയി അല്ലാ, അശ്ലീലത കണ്ടുപോയി റബ്ബേ, ഞാൻ കള്ളു കുടിച്ചു പോയി അല്ലാ, ലഹരി നുണഞ്ഞു പോയി റബ്ബേ, ഞാൻ വ്യഭിചരിച്ചു പോയി അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇന്നമത് തൗബതു അലല്ലാഹ്, ഇന്നമത് തൗബതു അലല്ലാഹ് ലില്ലദീന യഅമലൂന السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. ഈ ദുനിയാവിൽ കള്ളുകുടിച്ച മനുഷ്യ, വ്യഭിചരിച്ച മനുഷ്യ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചതാകുന്ന സഹോദര, സ്വന്തം ഭർത്താവില്ലാത്ത സമയത്ത് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ അവനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായ സഹോദരി, മരണം നിന്റെ അടുക്കലേക്ക് എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. അല്ലാഹുവേ, ഞാൻ അറിയാതെ തെറ്റുകൾ വ്യാപൃതനായി റബ്ബേ. പാതിരാത്രി സമയത്ത് ഒരുപാട് അശ്ലീലതകൾ കണ്ടവനാണ് ഞാൻ. നെറ്റ് കണക്ഷൻ വരുത്തിയിട്ട് WW അടിച്ചുകൊണ്ട് ജിയോ സിം ഇറങ്ങിയ കാലഘട്ടം മുതൽ ഒരുപാട് സിനിമകൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി റബ്ബേ. നീ എനിക്ക് പുറത്തു തരണേ നാഥാ, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അവന് നരകീയ മോചനമാണ്, അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. വലൈസതി തൗബ ലില്ലദീന യഅമലൂന السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما.
പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞവരെ, പരിചയമായി ബന്ധപ്പെട്ടവരെ, പാൻപരാഗ് ചവച്ചവരെ, സ്വന്തം ഭാര്യയല്ലാത്ത മറ്റൊരു പെണ്ണിനെ ഇഷ്ടം വെച്ചവരെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോൾ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിലേക്ക് താല്പര്യം വെച്ചവരെ, അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെ, സ്വന്തം ഭർത്താവിനെ മറന്ന് മറ്റൊരു പരപുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സഹോദരി, അവരങ്ങനെ സുഖിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അതാ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. വല്ലാത്ത രൂപമാണ്, വല്ലാത്ത കോലമാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും ബോധരഹിതനായി പോയില്ലയോ? അസ്റായീലിന്റെ വിശ്വരൂപം കണ്ടിട്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്തിനോട് പറയുകയാണ്, യാ മലക്കൽ മൗത്ത്, അല്ലയോ മലക്കുൽ മൗത്തേ, ഇന്നി അറാ സൂറത്തകല്ലതി തഖ്ബിദു റൂഹൽ ഫാജിർ. തമ്മാടിയായ മനുഷ്യന്റെ കോലരൂപം പിടിക്കുന്ന, സമ്മാടിയായ മനുഷ്യൻ്റെതാകുന്ന ആത്മാവിനെ പിടിക്കുന്ന കോലം എനിക്കൊന്ന് കാണിച്ചു തരണേ അസ്റായീലേ എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെട്ടപ്പോ ഇബ്രാഹിം നബിയോട് അസ്റായീൽ പറയുകയാണ്, ലാ തസ്തതിഉ യാ ഇബ്രാഹിം, ഇബ്രാഹിമേ നിനക്കതിന് കഴിയൂല. ഫഖാല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ബൽ അസ്തതിഉ യാ മലക്കൽ മൗത്ത്, മലക്കുൽ മൗത്തേ എനിക്കതിന് കഴിയുമേ. ഉടനെ തന്നെ അസ്റായീൽ പറയുകയാണ്, അരിളനി, എന്നെ തൊട്ടൊന്ന് തിരിഞ്ഞു നിൽക്കണേ. ഫഅറള അൻഹു, ഒന്ന് തിരിഞ്ഞങ്ങോട്ട് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഫൈദൻ ബിറജുലിൻ അസ്വദാ മുൻതിനി الريح قائم الشعر يخرج من مناخيره ومن فمه لهاب النار. വല്ലാത്ത കറുത്തിരുണ്ട വിരൂപനായ ഒരു മനുഷ്യനെ കാണുകയാണ്, കറുകറുത്ത ഒരു മനുഷ്യനെ കാണുകയാണ്. അവന്റെ തലയിലുള്ള മുടിയതാ മുഖത്തൂടിയിട്ട് കാലിന്റെ നഖം വരെ നീണ്ടു കിടക്കുകയാണ്. വല്ലാത്ത രൂപമാണ്, കോലമാണ്. മുൻതിനി റീഹ്, ദുർഗന്ധം വമിക്കുകയാണ്, വല്ലാത്ത നാറ്റമാ. യഖ്റുജു മിൻ മനാഖിരിഹി ലിഹാബുൻ നാർ, അവന്റെ വായിൽ നിന്ന് അവന്റെ മൂക്കിൽ നിന്ന് നരകത്തിന്റെ തീജ്വാലകൾ കടന്നു വരുകയാണ്. മോശപ്പെട്ടതാകുന്ന ആളുകളില്ലയോ, കള്ള് കുടിക്കുന്നവരില്ലയോ, ലഹരി നുണയുന്നവരില്ലയോ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരില്ലയോ, മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവരില്ലയോ, സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന സഹോദരങ്ങളില്ലയോ, എവിടെ പോയാലും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് പോകുന്നവരില്ലയോ, വാഹനത്തിൽ യാത്ര ചെയ്താലും എനിക്ക് ഹെഡ്സെറ്റ് വെക്കണമെന്ന് വാശി പിടിക്കുന്നവരില്ലയോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കാതിലേക്ക് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടിട്ട് സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകളില്ലയോ, ഒളിച്ചും മറഞ്ഞു വരുന്നുകൊണ്ട് അശ്ലീലമാക്കപ്പെട്ട മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് രസിക്കുന്നവരില്ലയോ? ഇതാ നിന്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് വരുന്നതായ കോലമാ. ഈ കോലം അങ്ങോട്ട് കണ്ടപ്പോ കറുത്തിരണ്ട വിരൂപനായ മനുഷ്യന് തലയിലെ മുടി മുഴുവൻ മുഖത്തൂടി കാർക്കൂന്തൽ വന്നിട്ട് കാലിന്റെ നഖം വരെ നീണ്ടു കിടക്കുന്നതായ വല്ലാത്ത കറുത്ത വിരൂപനായ മനുഷ്യനിൽ നിന്ന് ദുർഗന്ധം വരുകയാണ്. അവന്റെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് വല്ലാത്ത പുകപടലം പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോ, തീനാളം വരുന്നത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും ബോധരഹിതനായത്രേ, ബോധം പോയത്രേ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലൈസത്തി തൗബ, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ റബ്ബേ, പുറത്തു തരണേ അല്ലാ. ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ ഇപ്പോൾ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തതുകൊണ്ട് വലൈസത്തി തൗബ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ.
ഈ ദുനിയാവിൽ തൗബ ചെയ്യുന്ന മനുഷ്യനുണ്ടോ, കണ്ണിൽ നിന്ന് ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും യഖ്റുജു മിൻ അവന്റെ കണ്ണിൽ നിന്ന് അല്പമെങ്കിലും കണ്ണുനീരൊഴുകുന്നുണ്ടോ അവന് നരകീയ മോചനമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിലെ കണ്ണിനെ നീ കാത്ത് സംരക്ഷിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ലില്ലദീന അഹ്സനൂ അൽ ഹുസ്നാ വസിയാദ. ഈ ദുനിയാവിൽ നന്മ ചെയ്തവൻ, ഈ ദുനിയാവിൽ സുഹൃതമനുഷ്ഠിച്ചവൻ, ഈ ദുനിയാവിൽ പാപങ്ങളെ സഹായിച്ചവൻ, ഈ ദുനിയാവിൽ 5 വഖ്ത് നമസ്കാരങ്ങളെ നിലനിർത്തിയവൻ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവൻ, ഈ ദുനിയാവിൽ സകാത്ത് കൊടുത്തവൻ, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്തവൻ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവൻ, നിരാലംബര കവലംബമാകിയവൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനിച്ചവൻ, ആദരിച്ചവൻ, ആലിമീങ്ങളെ ബഹുമാനിച്ചവൻ, ആദരിച്ചവൻ, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകിയവൻ, ദീനിന്റെ അഹ്ലുകാരെ ബഹുമാനിച്ചവൻ. അങ്ങനെ ഈ ദുന്യവിയായ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന സർവ്വ സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് കടന്നുകൂടുന്ന മനുഷ്യ, നിനക്ക് കിട്ടുന്നത് അൽ ഹുസ്ന, സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. വസിയാദ, സ്വർഗം മാത്രമല്ല അതിനേക്കാൾ അധികമുണ്ട്, അധികമുണ്ട്. ഖാലൂ വമസിയാദതു യാ റസൂലല്ലാഹ്. ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് ഓതിക്കൊടുത്തപ്പോ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമസിയാദതു യാ റസൂലല്ലാഹ്, എന്താണ് സിയാദത്ത് നബിയേ, നബിയേ, സ്വർഗത്തിനപ്പുറം എന്താണ് നബിയേ, സ്വർഗത്തിനപ്പുറം എന്താണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിഖാഉല്ലാഹ്, ലിഖാഉല്ലാഹ്, അല്ലാഹുവിനെ കാണലാണ്. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്ന, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെയും പടച്ച ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹയെ കാണാൻ പറ്റും ഈ കണ്ണ് നീ കാത്ത് സംരക്ഷിച്ചാൽ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു, അതിനാണ് ഈ കണ്ണ് എന്നിരിക്കുന്നത്. ഫബസറുകൽ യൗമ ഹദീദ്. ഖുർആൻ മരിക്കുന്നതോടെ ഈ കണ്ണിന് കാഴ്ച കൂടുകയാണ്, കാഴ്ച കൂടുക. ഇന്നുള്ള കാഴ്ചയൊന്നുമല്ല, പിന്നെ കാണാത്തത് പലതും കാണും. അപ്പം അല്ലാഹയെ കാണണം ഈ കണ്ണുകൊണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് ഈ കണ്ണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് ജീവിതത്തിൽ ഒരു ഹറാമ് പോലും കാണരുത്.